Good evening all. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് പാർട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതില് നമ്മൾ ട്രീറ്റ്മെന്റ് പ്രോസസ് ഒക്കെ കഴിഞ്ഞു. ഇനി അതിൻ്റെ അകത്ത് ഒരു ടോപ്പിക് കൂടെ ഉണ്ട്, പമ്പ്സ്. പമ്പ്സ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പമ്പ്സ് ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഒക്കെ അറിഞ്ഞിരുന്നാൽ മതി. നമ്മുടെ സിലബസിലുള്ള ഒരു ടോപ്പിക്കാണ് പമ്പ്സ്. അതിൽ പമ്പ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഇറ്റ് ഈസ് ആൻ എക്യുപ്മെന്റ് യൂസ്ഡ് ടു ലിഫ്റ്റ് വാട്ടർ ഫ്രം എനി സോഴ്സ്. ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു റിസർവോയറിൽ നിന്നോ എങ്ങനെയാണെങ്കിലും വാട്ടറിനെ ലിഫ്റ്റ് ചെയ്യാൻ, ലോ ലെവലിൽ നിന്ന് ഹൈ ലെവലിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് പമ്പ് എന്ന് പറയുന്നത്. അപ്പൊ പമ്പ് മെയിൻ ആയിട്ട് രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തത്. പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ മെക്കാനിക്കൽ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, അതിന്റെ ഓപ്പറേഷൻ ബേസ്ഡ് ഓൺ ഓപ്പറേഷൻ അനുസരിച്ച് മെയിൻ ആയിട്ട് രണ്ട് രീതിയിലാണ് പമ്പ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതിന്റെ ഫസ്റ്റ് വൺ ആണ് ഡിസ്പ്ലേസ്മെന്റ് പമ്പും. പമ്പിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. ഫസ്റ്റ് വൺ ഡിസ്പ്ലേസ്മെന്റ് പമ്പ്, രണ്ടാമത്തെയാണ് സെൻട്രിഫ്യൂഗൽ പമ്പ്. സെൻട്രിഫ്യൂഗൽ പമ്പ്സ്. അതില് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്സ് എന്ന് വെച്ചിട്ട് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. ഡിസ്പ്ലേസ്മെന്റ് പമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതില് എന്താ നടക്കുന്ന പ്രോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് സക്ക് ചെയ്തിട്ട് അത് പുഷ് ചെയ്യുവാണ്, ഡെലിവറി സൈഡിലേക്ക് പുഷ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിന്റെ കേസിൽ മെയിൻ ആയിട്ട് നടക്കുന്നത്. അതിന് ഇങ്ങനെ പുഷ് ചെയ്യാനൊക്കെ ഉള്ള ആ ഒരു ത്രസ്റ്റ് അല്ലെങ്കിൽ ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യണത് ഈ പമ്പില് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിങ് ചേംബർ ആണ്. അതിനകത്ത് നമുക്ക് അതിന്റെ വർക്കിംഗ് ഒന്നും ഒരു പമ്പിന്റെ അറിഞ്ഞിരിക്കണ്ട. ജസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിൽ എന്താ നടക്കുന്നത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അത് തന്നെ ഈ ഡിസ്പ്ലേസ്മെന്റ് പമ്പ് രണ്ട് ടൈപ്പ് ഉണ്ട്, റെസിപ്രോക്കേറ്റിംഗ് പമ്പും അതുപോലെ തന്നെ റോട്ടറി പമ്പ്സും. ഡിസ്പ്ലേസ്മെന്റ് പമ്പ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു ടു, റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ആൻഡ് റോട്ടറി പമ്പ്സ്. രണ്ട് ടൈപ്പ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ ആണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പില് ഫ്ലോ എന്ന് പറഞ്ഞത് ഒരു പൾസേറ്റിംഗ് ഫ്ലോ ആണ് ഉള്ളത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അറിഞ്ഞിരിക്കുന്നത് കേട്ടോ. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ടു ആൻഡ് ഫ്രോ മോഷനിലൊക്കെ അതിന് പിസ്റ്റണും പ്ലഞ്ചറും അങ്ങനെയൊക്കെ ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് പൾസേറ്റിംഗ് ഫ്ലോ ആണ്. അതുപോലെ തന്നെ വേരിയബിൾ ഹെഡ്സ് ഉള്ളിടത്ത് നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. കനോട്ട് ബി യൂസ്ഡ് ഇൻ വേരിയബിൾ ഹെഡ്സ്. വേരിയബിൾ ഹെഡ് ഉള്ളിടത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിനൊരു നോൺ റിട്ടേൺ വാൽവ് കൊടുത്തിട്ടുണ്ട്. നോൺ റിട്ടേൺ വാൽവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് ഫ്ലോ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോൺ റിട്ടേൺ വാൽവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഫ്ലോ എന്ന് പറയുന്നത് പൾസേറ്റിംഗ് ആണ്. പിസ്റ്റനും പ്ലഞ്ചറും ഒക്കെ സക്ഷനും ഡെലിവറി പൈപ്പും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വേരിയബിൾ ഹെഡ് ഉള്ളിടത്താണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സ് യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ ഒരു നോൺ റിട്ടേൺ വാൽവ് കൊടുത്തിട്ടുണ്ട് ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്തുള്ള ഫ്ലോ എന്ന് പറയുന്നത് പൾസേറ്റിംഗ് ആണ്. ഇനി റോട്ടറി പമ്പില് വാൽവ് ഒന്നും പ്രൊവൈഡ് ചെയ്യാത്ത ഒരു തരത്തിലുള്ള പമ്പാണ് റോട്ടറി പമ്പ്സ്. അതുപോലെ ഈ പമ്പില് ഫ്ലോ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. നമ്മൾ അടുത്ത ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ കേസ് പറയുന്നുണ്ട്. അപ്പൊ അതിലുള്ള പോലെ തന്നെ ഈ കേസിലെ ഫ്ലോ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. പിന്നെ നമ്മുടെ വാട്ടർ വർക്സിലൊന്നും വാട്ടർ സപ്ലൈ പ്രോജക്ട്സിലൊന്നും ഈ റോട്ടറി പമ്പ്സ് സാധാരണയായിട്ട് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ ഓപ്പറേഷൻ. അതിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്, ഫസ്റ്റ് വൺ പമ്പ് ആണ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. ഇറ്റ് ഇസ് divided into two types, reciprocating and rotary pumps. Reciprocating pump cannot be implemented in case of variable heads and no non-return valves are provided. The flow is pulsating. In case of rotary pumps, no valves are provided. ഇനി സെക്കൻഡ് വൺ ആണ് ഓപ്പറേഷന്റെ കേസ് തന്നെ വരുന്ന സെക്കൻഡ് വൺ ആണ് സെൻട്രിഫ്യൂഗൽ പമ്പ്സ്. സെൻട്രിഫ്യൂഗൽ പമ്പ്സ് നിങ്ങൾക്കിത്
വിസിബിൾ ആണല്ലോ അല്ലെ? ക്ലിയർ അല്ലേ? മറ്റേ ബ്ലാക്ക് കളർ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ ലീക്കിന്റെ പ്രോബ്ലം, അതുകൊണ്ടാട്ടോ. സെൻട്രിഫ്യൂഗൽ പമ്പാണ്. സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ആക്ഷൻ അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉപയോഗിച്ചാണ് ഈ പമ്പ് വർക്ക് ചെയ്യേണ്ടത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ ആണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ലിമിറ്റഡ് സ്പേസ് ഉള്ളിടത്താണ് ഈ ടൈപ്പ് പമ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത്. ലിമിറ്റഡ് സ്പേസ് ഉള്ളിടത്ത് ഫ്ലോ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. ഫ്ലോ വിൽ ബി കണ്ടിന്യൂസ്. പിന്നെ വേരിയബിൾ ഹെഡ് ഉള്ളിടത്ത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. വേരിയബിൾ ഹെഡ് ഉള്ളിടത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഹെഡ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് ഇവിടുത്തെ ഡിസ്ചാർജ് കുറഞ്ഞു വരുവാണ്. ഈ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ കേസിൽ ഹെഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് കുറവായിരിക്കും. ഒന്ന് ഓർത്തിരുന്നോ കേട്ടോ. ഡിസ്ചാർജ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഹെഡ്. പിന്നെ ഈ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ കേസിൽ നമുക്ക് കോസ്റ്റ്, ഇനീഷ്യൽ കോസ്റ്റ് ആണെങ്കിലും മെയിൻ്റനൻസ് കോസ്റ്റ് ആണെങ്കിലും വളരെ കുറവാണ്. റെസിപ്രോക്കേറ്റ് പമ്പിന്റെ കേസിൽ ഇനീഷ്യലും മെയിൻ്റനൻസ് കോസ്റ്റും ഹൈ ആണ്. പിന്നെ നമുക്ക് പറയാവുന്നത് സീറോ, നമ്മൾ പറഞ്ഞു ഡിസ്ചാർജ് ഹെഡ് കൂടുന്തോറും ഡിസ്ചാർജ് കുറയുക. അപ്പൊ നമുക്ക് സീറോ ഡിസ്ചാർജിലായിരിക്കും മാക്സിമം ഹെഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുന്നത്. മാക്സിമം ഹെഡ് വിൽ ബി ഡെവലപ്ഡ് അറ്റ് സീറോ ഡിസ്ചാർജ്. ഇത്ര ഓർത്തിരിക്കുക കേട്ടോ. സെൻട്രിഫ്യൂഗൽ പമ്പ്സ് ഫ്ലോ കണ്ടിന്യൂസ് ആണ്. പിന്നെ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ, അതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിള്. പിന്നെ ഫ്ലോ കണ്ടിന്യൂസ് ആയിരിക്കും. വേരിയബിൾ ഹെഡ് ഉള്ളിടത്താണ് നമ്മൾ ഈ പമ്പ്സ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. പിന്നെ ഹെഡ് ഇൻക്രീസ് ചെയ്യുന്തോറും ഡിസ്ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ സീറോ ഡിസ്ചാർജിൽ അപ്പൊ അവിടെ ആയിരിക്കും മാക്സിമം ഹെഡ് നമുക്ക് കിട്ടുന്നത്. ഇത്ര ഓർത്തിരിക്കുക സെൻട്രിഫ്യൂഗൽ പമ്പ്സിന്റെ കേസിൽ. ഇനി ഇതിന് കുറച്ച് ഡ്രോബാക്സും ഉണ്ട്. സെൻട്രിഫ്യൂഗൽ പമ്പ്സിന് എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറവായിരിക്കും. അതുപോലെ തന്നെ പ്രൈമിങ് നെസസറി ആണ് ഈ പമ്പിന്റെ കേസിൽ. പിന്നെ സക്ഷൻ ലിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു 6 മീറ്റർ, അതൊന്നും അറിഞ്ഞിരിക്കേണ്ട. പ്രൈമിങ് നെസസറി ആണ് സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ കേസിൽ. അതുപോലെ തന്നെ എഫിഷ്യൻസി വളരെ കുറവാണെന്ന് ഓർത്തിരിക്കുക. പമ്പിൽ നിന്ന് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത് ഫ്ലോയുടെ ടൈപ്പ്, പൾസേറ്റിംഗ്, കണ്ടിന്യൂസ്. ആ രണ്ട് കൂടുതൽ റെസിപ്രോക്കേറ്റിങ്ങും സെൻട്രിഫ്യൂഗിലെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അതിൽ ആ ഫ്ലോ എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ കോൺസ്റ്റന്റ് ഹെഡിന്റെയും വേരിയബിൾ ഹെഡിന്റെയും കാര്യം ചോദിക്കാറുണ്ട്. അത് രണ്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടോളൂ കേട്ടോ. പിന്നെ വേറെ ടൈപ്പാണ് ഓപ്പറേഷനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയുള്ള വേറെ ടൈപ്പാണ് എയർ ലിഫ്റ്റ് പമ്പ്. പിന്നെ കുറെ മിസ്ലേനിയസ് പമ്പ്സും ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെക്കാനിക്കൽ ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞു. 3 ടൈപ്പാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ്സ്, പിന്നെ അതുപോലെ തന്നെ എയർ ലിഫ്റ്റ് പമ്പ്, പിന്നെ മിസ്ലേനിയസ് പമ്പ്സും. അതിൽ ഡിസ്പ്ലേസ്മെന്റ് പമ്പിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കണു. റെസിപ്രോക്കേറ്റിംഗും റോട്ടറി പമ്പ്സ് എന്നും. സെൻട്രിഫ്യൂഗൽ പമ്പ്സ്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ, സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പവർ റിക്വയർഡ്. ഏത് ടൈപ്പിലാണ് പവർ അവിടെ റിക്വയർ ആയിട്ടുള്ളതിനനുസരിച്ച് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാലോ, ബേസ്ഡ് ഓൺ പവർ റിക്വയർഡ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ പവർ റിക്വയർഡ്. മൂന്ന് ടൈപ്പാണ് മെയിൻ ആയിട്ടുള്ളത്. സ്റ്റീം എഞ്ചിൻ പമ്പ്സ്, പിന്നെ ഡീസൽ എഞ്ചിൻ ഉണ്ട്, അതുപോലെ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ഉണ്ട്. അതിലും ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. ഇനി തേർഡ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് സർവീസ്. ഏത് ടൈപ്പ് സർവീസ് ആണ് അവിടെ നടക്കുന്നതിനനുസരിച്ച് 4 തരത്തിലുണ്ട്. ലോ ലിഫ്റ്റ്, ഹൈ ലിഫ്റ്റ്, ഡീപ്പ് വെൽ പമ്പ്സും ബൂസ്റ്റർ പമ്പ്സും. ഇങ്ങനെ 4 ടൈപ്സ് ആണുള്ളത്.
3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മെക്കാനിക്കൽ ഓപ്പറേഷനെ ബേസ് ചെയ്ത്. രണ്ടാമത്തെയാണ് പവർ റിക്വയർഡ് അനുസരിച്ച് സ്റ്റീം എഞ്ചിൻ പമ്പ്സ്, ഡീസൽ എഞ്ചിൻ പമ്പ്സ്, ഇലക്ട്രിക്കൽ ഓപ്പറേറ്റഡ് പമ്പ്സ്. അടുത്താണ് ടൈപ്പ് ഓഫ് സർവീസ് അനുസരിച്ച് ലോ ലിഫ്റ്റ്, ഹൈ ലിഫ്റ്റ്, ഡീപ് വെല്ല്, ബൂസ്റ്റർ വെല്ല്. അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. നമുക്ക് പിന്നെ പമ്പ്സിന്റെ കുറച്ച് എഫിഷ്യൻസിയുടെ കാര്യം അത് നമുക്ക് സിലബസിൽ ഇല്ല. ജസ്റ്റ് ഈ പമ്പ്സിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഞാൻ കുറച്ച് അഡീഷണൽ നോട്ട്സ് ആയിട്ട് തരാം കേട്ടോ. നമുക്ക് സാനിറ്ററി എഞ്ചിനീയറിംഗിലേക്ക് കിടക്കാം. ഇതോടുകൂടി ഏകദേശം വാട്ടർ സപ്ലൈയുടെ പോർഷൻസ് തീർന്നിട്ടുണ്ട്. സാനിറ്ററി എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് ആ ഒരു ബ്രാഞ്ചാണ് ഈ സാനിറ്ററി എഞ്ചിനീയറിംഗ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന വാട്ടർ സപ്ലൈ, നമുക്ക് ഡ്രിങ്കിങ് പർപ്പസിനും അല്ലെങ്കിൽ നമ്മുടെ ഹൗസിലേക്കും ഏതെങ്കിലും പ്ലാന്റ്സിലേക്കും ഒക്കെ വാട്ടറിനെ കൺവേ ചെയ്യില്ലേ, എന്താ യൂസ് ചെയ്യാൻ വേണ്ടി. ഇനി ഓരോ സ്ഥലത്തു നിന്നും, ഇപ്പൊ ഹൗസിൽ നിന്നാണെങ്കിലും ഇൻഡസ്ട്രീസ് നിന്നും ഫാക്ടറീസ് നിന്നൊക്കെ ആണെങ്കിലും വരുന്ന വേസ്റ്റ് വാട്ടറിനെ, സീവേജിനെ ഒക്കെ നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് കൺവേ ചെയ്ത് അത് ഡിസ്പോസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ഇല്ലേ, ആ ഒരു വിഭാഗമാണ് നമ്മുടെ സാനിറ്ററി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റിൽ വരുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ഉണ്ട്. ആ ടേംസ് എല്ലാം തന്നെ പഠിച്ചിരിക്കണം കേട്ടോ. മാറി മാറി ചോദിക്കാറുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് സീവേജ് ആണ്. സീവേജ് എന്ന് വെച്ചാൽ എന്താണ്? വേസ്റ്റ്. Used water mixed with organic and inorganic solids, liquid waste from houses, factories and dry weather flow. എല്ലാ വേസ്റ്റിനെയും, അതിനെ എല്ലാത്തിനെയും കൂടി പറയുന്ന പേരാണ് സീവേജ് എന്ന് പറയുന്നത്. ഹൗസിൽ നിന്നുള്ള വേസ്റ്റും അതുപോലെ ഫാക്ടറീസിനും ഇൻഡസ്ട്രീസിനും അങ്ങനെ എല്ലാ ടൈപ്പിലുള്ള വേസ്റ്റിനും ഒരുമിച്ച് പറയുന്നതാണ് സീവേജ്. നമ്മൾ യൂസ് ചെയ്ത വാട്ടറിൽ ഓർഗാനിക്കും ഇനോർഗാനിക്കും ആയിട്ടുള്ള ഒരു വേസ്റ്റിനെ ഒക്കെ മിക്സ് ചെയ്തായിരിക്കുമല്ലോ ഇപ്പൊ ഈ ഹൗസിൽ നിന്നാണെങ്കിലും ഇൻഡസ്ട്രീസ് നിന്നാണെങ്കിലും ഫാക്ടറീസ് നിന്നാണെങ്കിലും അത് പുറത്തേക്ക് തള്ളുന്നത്. അപ്പൊ വാട്ടർ മിക്സ്ഡ് വിത്ത് ഓർഗാനിക് ആൻഡ് വാട്ടർ പ്ലസ്, വാട്ടർ എന്ന് പറയുമ്പോൾ വേസ്റ്റ് വാട്ടർ പ്ലസ് ഓർഗാനിക് പ്ലസ് ഇനോർഗാനിക് മാറ്റർ. പല സോഴ്സിൽ നിന്നുള്ള, ഹൗസിൽ നിന്ന് ഇൻഡസ്ട്രീസ് നിന്ന് ഫാക്ടറീസ്, അങ്ങനെ പല സോഴ്സിൽ നിന്നുള്ള വാട്ടർ മിക്സ്ഡ് വിത്ത് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് മാറ്റേഴ്സ് ആണ് സീവേജ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് വൺ ടേം ആണ് ഡൊമസ്റ്റിക് ഓർ സാനിറ്ററി സീവേജ്. ഡൊമസ്റ്റിക് സീവേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ് പഠിച്ചില്ലേ, അതേതായിരുന്നു? റെസിഡൻഷ്യൽ പർപ്പസിന്റെ. അപ്പൊ ഡൊമസ്റ്റിക് സീവേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? റെസിഡൻഷ്യൽ ബിൽഡിങ്സിൽ നിന്ന്, അതുപോലെ തന്നെ ബിസിനസ് ബിൽഡിങ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റിനെയാണ് ഡൊമസ്റ്റിക് സീവേജ് എന്ന് പറയുന്നത്. റെസിഡൻഷ്യലിൽ നിന്ന് ആവാം, റെസിഡൻഷ്യലിൽ നിന്ന് മാത്രമല്ല, റെസിഡൻഷ്യല്, ഫാക്ടറീസ്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്. ഡൊമസ്റ്റിക് ആയിട്ടുള്ളിടത്തുനിന്ന് വരുന്നതാണ് ഡൊമസ്റ്റിക് സീവേജിന്റെ കാറ്റഗറിയിൽ വരുന്നത്. ഇനി തേർഡ് വൺ ആണ് ക്രൂഡ് ഓർ റോ സീവേജ്. ക്രൂഡ് ഓർ റോ സീവേജ്, നമ്മൾ റോ വാട്ടർ പറഞ്ഞായിരുന്നു, വാട്ടർ ഫ്രം എനി സോഴ്സ് എന്ന് പറഞ്ഞ്, ട്രീറ്റ് ചെയ്യാത്ത വാട്ടർ ആയിരുന്നു. അതുപോലെ തന്നെ ക്രൂഡ് ഓർ റോ സീവേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അൺട്രീറ്റഡ് സീവേജ് ആണ്. അൺട്രീറ്റഡ് സീവേജ് ആണ് റോ സീവേജ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റിനൊക്കെ മുമ്പുള്ള സീവേജ്, ഫ്രഷ് ആയിട്ടുള്ള സീവേജ് ആണ് റോ സീവേജ്. ഇനി ഫോർത്ത് വൺ ആണ് സ്റ്റോം സീവേജ്. സ്റ്റോം സീവേജ്, സ്റ്റോം സീവേജ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോം വാട്ടർ എന്ന് വെച്ചാൽ റെയിൻ വാട്ടർ അല്ലേ. അപ്പൊ ആ റെയിൻ ഫ്ലോയില് ലിക്വിഡ് വേസ്റ്റ് വിച്ച് ഫ്ലോസ് ഇൻ സീവേഴ്സ് ഡ്യൂറിങ് റെയിനി സീസൺ, റെയിനി സീസണില് ഫ്ലോ ചെയ്യുന്ന ലിക്വിഡ് വേസ്റ്റിനെയാണ് സ്റ്റോം സീവേജിന്റെ കാറ്റഗറിയിൽ പെടുത്തിയേക്കുന്നത്. റെയിനി സീസണില് ഫ്ലോ ചെയ്യുന്ന സീവേജ് അതെങ്ങനെയായിരിക്കും? ലിക്വിഡ്, നമ്മുടെ സ്റ്റോം വാട്ടർ എന്ന് ഓർത്താൽ മതി. റെയിൻ വാട്ടർ ആണ് സ്റ്റോം വാട്ടർ. അപ്പൊ സ്റ്റോം സീവേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൻ വാട്ടറിന്റെ ഇതില് ഫോം ചെയ്യുന്ന റെയിനി സീസണിൽ ഫോം ചെയ്യുന്ന സീവേജ് ആണ് സ്റ്റോം സീവേജ്. ഇനി അടുത്ത് നോക്കാം. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് കമ്പൈൻഡ് സീവേജ്. കമ്പൈൻഡ് സീവേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കോമ്പിനേഷൻ ആയിരിക്കും. എല്ലാത്തിന്റെയും കൂടെ കോമ്പിനേഷൻ വരുന്നതാണ് കമ്പൈൻഡ് സീവേജ്.
അപ്പൊ നമ്മുടെ ആദ്യം നമ്മൾ പറഞ്ഞ സാനിറ്ററി സീവേജ് ഇല്ല, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സീവേജ്, ഹൗസ് ഹോൾഡ് പർപ്പസ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് തള്ളുന്ന വേസ്റ്റ് വാട്ടർ, അതുപോലെ തന്നെ ഇൻഡസ്ട്രീസിനും ഫാക്ടറീസിനും അങ്ങനെ വരുന്നത്. പിന്നെ സർഫസ് വാട്ടർ, കുറെ റൺ ഓഫ് ഒക്കെ ആയിട്ട് പോകുന്ന വാട്ടർ അല്ലേ, അതിന്റെയും പിന്നെ ഈ സ്റ്റോം വാട്ടർ, എല്ലാത്തിന്റെയും കൂടെ കോമ്പിനേഷൻ ആണ് നമ്മുടെ കമ്പൈൻഡ് സീവേജിൽ വരുന്നത്. Combined sewage is a combination of sanitary sewage, surface water and storm water with or without industrial waste. ഈ ഒരു കാറ്റഗറിയിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോ ഡൊമസ്റ്റിക് സീവേജ്, സർഫസ് വാട്ടർ, സ്റ്റോം വാട്ടർ. ഈ സർഫസ് വാട്ടറും സ്റ്റോം വാട്ടറും ഏകദേശം ഒരുപോലെ ആയിരിക്കും. സ്റ്റോം വാട്ടർ എന്ന് വെച്ചാൽ റെയിൻ വാട്ടർ, പക്ഷെ സർഫസ് വാട്ടറിൽ കുറച്ചുകൂടി അഡീഷണൽ ആയിട്ട് വേറെ പല കാരണങ്ങൾ കൊണ്ട് വാട്ടർ വരാലോ. സ്റ്റോം വാട്ടർ എന്ന് പറഞ്ഞാൽ റെയിൻ വാട്ടർ മാത്രമാണുള്ളൂ. അതിന്റെ ഒക്കെ കോമ്പിനേഷൻ, കമ്പൈൻഡ് സീവേജ് എന്ന് പറയുമ്പോൾ എല്ലാത്തിന്റെയും കോമ്പിനേഷൻ ആണ്. ഇതിന്റെ അകത്ത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധം ഇല്ല കമ്പൈൻഡ് സീവേജില്. ഇനി അടുത്തതാണ് സള്ളേജ്. അതാണ് എപ്പോഴും ചോദിക്കാറുള്ളത് കേട്ടോ. സള്ളേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോയ്ലറ്റിൽ ബാത്റൂംസിനും വാഷ് ബേസിനിൽ നിന്നൊക്കെ വരുന്ന ലിക്വിഡ് വേസ്റ്റ്, ലിക്വിഡ് ആയിട്ടുള്ള വേസ്റ്റ് മാത്രം. എന്നുവെച്ചാൽ യൂറിനൽസിൽ നിന്നും ടോയ്ലറ്റിൽ നിന്നുള്ള വാട്ടർ ഒന്നും ഇല്ല, നമ്മുടെ ക്ലോസറ്റിൽ നിന്ന് വരുന്ന വാട്ടർ ഒന്നും ഇല്ല. സള്ളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് വാട്ടർ, ലിക്വിഡ് വേസ്റ്റ് ഫ്രം കിച്ചൺ, അതുപോലെ തന്നെ ബാത്റൂം, നമ്മൾ കുളിക്കുന്ന വെള്ളമൊക്കെ ഇല്ലേ, അതൊക്കെയാണ് സള്ളേജില് വരുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ, എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റൻ ആ സള്ളേജ്. Sallage is the wastewater from bathrooms, kitchens, wash basin, which is less offensive in nature, includes storm water. ഇതിനകത്ത് സ്റ്റോം വാട്ടറും ഇൻക്ലൂഡഡ് ആണ്. സള്ളേജ് എന്ന് പറഞ്ഞു വരുമ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ തന്നെ വരാറ്, ലിക്വിഡ് വേസ്റ്റ് ഫ്രം ബാത്റൂം ആൻഡ് കിച്ചൺ കോൺസ്റ്റിറ്റ്യൂട്ട് എന്താണ് സള്ളേജ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിച്ചു കാണാറുള്ളതാണ് സള്ളേജ് എന്താണ്. ഇനി 7th വൺ ആണ് സീവർ. സീവർ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ പൈപ്പില്ലേ, നമ്മള് ഈ വേസ്റ്റിനെ ക്യാരി ചെയ്യുന്ന പൈപ്പ്, അതിനെയാണ് സീവർ എന്ന് പറയുന്നത്. നമ്മൾ സീവർ എന്ന് ഒരുപാട് കാണും. അപ്പൊ സീവർ എന്ന് വെച്ചാൽ എന്താ, ആ പൈപ്പ് ലൈൻസ്, ഈ വേസ്റ്റിനെയൊക്കെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന പൈപ്പിനെയാണ് സീവർ എന്ന് പറയുന്നത്. അണ്ടർഗ്രൗണ്ട് പൈപ്പ് കോൺഡ്യൂറ്റ്, അതിനെയാണ് സീവർ എന്ന് പറയുന്നത്. ഇനി സിവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സീവർ മാത്രമല്ലല്ലോ ഉള്ളേ, നമ്മളിപ്പോ നമ്മുടെ ഹൗസിൽ നിന്നൊക്കെ പോകുന്ന സീവർ, അത് വേറെ ഒരു മെയിൻ ആയിട്ടുള്ള സീവറിലേക്ക് പോകും. ഈ കുറെ സബ് മെയിനുകൾ ചേർന്ന് പിന്നെ മെയിൻ ആയിട്ടുള്ളതിലേക്ക് പോകും. പിന്നെ അവിടുന്ന് ഔട്ട്ഫോൾ സീവർ, അത് നമ്മളിത് പറയുന്നുണ്ട്. അപ്പം ഈ സിവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സീവറിന്റെയും ഒരു നെറ്റ്വർക്ക്, അതാട്ടോ സിവറേജ്. സിവറേജ് ഇമ്പോർട്ടന്റ് ആണ്, സീവർ ഇമ്പോർട്ടന്റ് ആണ്. സീവർ നമുക്ക് അറിയായിരിക്കും, അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള പൈപ്പ് ലൈൻസിനെയാണ്, വേസ്റ്റ് ക്യാരി ചെയ്യാനുള്ള പൈപ്പ് ലൈൻസിനാണ് സീവർ എന്ന് പറയുന്നത്. ഇനി സിവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് ഓഫ് സീവേഴ്സ്, നെറ്റ്വർക്ക് ഓഫ് സീവേഴ്സ് ആണ് സിവറേജ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ഓഫ് സീവേഴ്സ് ഫോർ കളക്ടിങ് സീവേജ് ആൻഡ് ഡെലിവറിങ് ഇൻ ടു ഡിസ്പോസൽ പോയിന്റ്സ്, അതാണ് സിവറേജ്. സീവർ എന്ന് വെച്ചാൽ അണ്ടർഗ്രൗണ്ട് ആയിട്ട് ലേ ചെയ്യുന്ന, വേസ്റ്റ് കൊണ്ടുപോകാൻ വേണ്ടി ലേ ചെയ്യുന്ന പൈപ്പ് ലൈൻസ് ആണെങ്കിൽ, സിവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ പൈപ്പിന്റെ നെറ്റ്വർക്ക്സ്, അതാണ് സിവറേജ്. രണ്ട് മാർക്ക് പോരുതേ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ സീവേജ്, ആ വേസ്റ്റിനെയാണ് നമ്മൾ സീവേജ് എന്ന് പറയുന്നത്. പിന്നെ ഡൊമസ്റ്റിക് സാനിറ്ററി സീവേജ് എന്ന് പറയുമ്പോൾ റെസിഡൻഷ്യലിൽ നിന്നും ബിസിനസ് ബിൽഡിംഗ്സിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്നൊക്കെ വരുന്ന വേസ്റ്റ് ആണ് സാനിറ്ററി സീവേജ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സീവേജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ക്രൂഡ് ഓർ റോ സീവേജ്, അൺട്രീറ്റഡ് ആയിട്ടുള്ള സീവേജിനെയാണ് റോ സീവേജ് എന്ന് പറയുന്നത്. സ്റ്റോം സീവേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെയിനി സീസണിൽ സീവേഴ്സിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡ് വേസ്റ്റിനെയാണ് സ്റ്റോം സീവേജ് എന്ന് പറയുന്നത്. പിന്നെ കമ്പൈൻഡ് സീവേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പിനേഷൻ ഓഫ് സാനിറ്ററി സീവേജ് ആൻഡ് സ്റ്റോം വാട്ടർ വിത്ത് ഓർ വിത്തൗട്ട് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്.
പിന്നെ സള്ളേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് വേസ്റ്റ് ഫ്രം ബാത്റൂംസ്, കിച്ചൺ, വാഷ് ബേസിൻസ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് സള്ളേജ്. ഈ സീവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ട് ആയിട്ട് ലേ ചെയ്യുന്ന പൈപ്പ് കോൺഡ്യൂട്ട്സിനെയാണ് സീവർ എന്ന് പറയുന്നത്. സിവറേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് ഓഫ് സീവേഴ്സ്. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ടേംസ് പറഞ്ഞത്. ഇനി നമ്മുടെ ഡ്രൈ വേസ്റ്റിനെ, ഡ്രൈ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് കണ്ടന്റ് ഇല്ലാത്ത സോളിഡ് ആയിട്ടുള്ള വേസ്റ്റ് ആണ് ഡ്രൈ വേസ്റ്റ് എന്ന് പറയുന്നത്. വേസ്റ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി മോയിസ്ചർ കണ്ടന്റ്, മോയിസ്ചർ കണ്ടന്റ് ഇല്ലാത്ത വേസ്റ്റ് ആണ് ഡ്രൈ വേസ്റ്റ്. നമുക്ക് ആ പേരിൽ നിന്ന് അറിയാലോ, ഡ്രൈ ആണ്, അവിടെ മോയിസ്ചർ കണ്ടന്റ് ഒട്ടും ഇല്ല. അതിൽ തന്നെ ഗാർബേജും ഉണ്ട്, റബ്ബിഷും ഉണ്ട്. ഗാർബേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെമി സോളിഡ് ആൻഡ് സോളിഡ് വേസ്റ്റ്, പിന്നെ ഫുഡ് വേസ്റ്റ്, വെജിറ്റബിൾ പീലിങ്സ്, ആ വേസ്റ്റ് ഒക്കെയാണ് ഗാർബേജിൽ വരുന്നത്. സോളിഡ് വേസ്റ്റ്, അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റ്, പിന്നെ വെജിറ്റബിൾസിന്റെ ഒക്കെ തൊലിയൊക്കെ ഇല്ലേ, വെജിറ്റബിൾ പീലിങ്സ്, അതൊക്കെയാണ് ഗാർബേജ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത്. വെജിറ്റബിൾ പീലിങ്സ് ഒക്കെ വരും, ഗാർബേജിൽ വരും. ഇനി വേറൊരു ടേമാണ് റബ്ബിഷ്. വേറൊരു തരത്തിലുള്ള ഡ്രൈ വേസ്റ്റ് ആട്ടോ റബ്ബിഷ്. റബ്ബിഷില് നമ്മുടെ പേപ്പർ വേസ്റ്റ് ഒക്കെ ഇല്ലേ, പേപ്പർ, അതുപോലെ തന്നെ സൺഡ്രൈഡ് വേസ്റ്റ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് ഒക്കെ പൊളിച്ച് കഴിയുമ്പോൾ അവിടെ നിന്നുള്ള വേസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ, വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽസിന്റെ വേസ്റ്റ് ഒക്കെ ഇല്ലേ, അവിടുത്തെ ഡിസ്മാൻഡിൽഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇല്ലേ, അതിന്റെ ഒക്കെ വേസ്റ്റ് ഒക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് റബ്ബിഷ്. പേപ്പർ വേസ്റ്റും സൺഡ്രൈഡ് വേസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. അതിൽ വരുന്നത് ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ്, അതിന്റെയൊക്കെ വേസ്റ്റ് ആണ് റബ്ബിഷിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി രണ്ട് ടേമാണ് ഡ്രൈ വെതർ ഫ്ലോയും വെറ്റ് വെതർ ഫ്ലോയും. ഡ്രൈ വെതർ ഫ്ലോ നമുക്ക് DWF എന്ന് നമ്മൾ ഷോർട്ട് ആയിട്ട് പറയും. ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ സീസണിലുള്ള സീവേജിന്റെ നോർമൽ ഫ്ലോയിനാണ് ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറയുന്നത്. നോർമൽ ഫ്ലോ ഓഫ് സീവേജ് ഡ്യൂറിങ് ഡ്രൈ സീസൺ. നോർമൽ ഫ്ലോ ഓഫ് സീവേജ് ഡ്യൂറിങ് ഡ്രൈ സീസൺ. അപ്പൊ വെറ്റ് വെതർ ഫ്ലോ എന്തായിരിക്കും? നോർമൽ ഫ്ലോ ഓഫ് സീവേജ് ഡ്യൂറിങ് റെയിനി സീസൺ. വെറ്റ് വെതർ ഫ്ലോ. വെറ്റ് വെതർ ഫ്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ഫ്ലോ ഓഫ് സീവേജ് ഡ്യൂറിങ് റെയിനി സീസൺ. നോർമൽ ഫ്ലോ തന്നെയാണ്. റെയിനി സീസൺ. ഈ ടേംസ് ഒക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാട്ടോ പറയുന്നേ. അപ്പൊ രണ്ട് ടേംസ് ആണ് ഡ്രൈ വെതർ ഫ്ലോയും വെറ്റ് വെതർ ഫ്ലോയും. ഡ്രൈ വെതർ ഫ്ലോ എന്ന് വെച്ചാൽ ഇസ് ദ നോർമൽ ഫ്ലോ ഓഫ് സീവേജ് ഡ്യൂറിങ് ഡ്രൈ സീസൺ ആൻഡ് വെറ്റ് വെതർ ഫ്ലോ ഇസ് ദ നോർമൽ ഫ്ലോ ഓഫ് സീവേജ് ഡ്യൂറിങ് റെയിനി സീസൺ. അതാണ് രണ്ട് ഫ്ലോയുടെ കേസ് പറയുന്നത്. പിന്നെ സോയിൽ വേസ്റ്റ് നമ്മൾ പറയുമ്പോൾ സോയിൽ വേസ്റ്റ് എന്ന് പറഞ്ഞൊരു ടേം കാണും. ഈ സോയിൽ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്ക്രീറ്റി ഇല്ലേ, എന്നുവെച്ചാൽ ക്ലോസറ്റിന്നും യൂറിനൽസിന്നും ഒക്കെ ഉള്ള വേസ്റ്റ്. വേസ്റ്റ് ഫ്രം ക്ലോസറ്റ് പ്ലസ് യൂറിനൽസ്, അതാണ് സോയിൽ വേസ്റ്റ്. ഇനി നമ്മള് നൈറ്റ് സോയിൽ എന്ന് പറഞ്ഞൊരു ടേം കാണും. ഈ നൈറ്റ് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ എക്സ്ക്രീറ്റിക്കാണ് നൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. അതൊരു സോയിൽ ഒന്നല്ല കേട്ടോ, ഹ്യൂമൻ എക്സ്ക്രീറ്റിനെയാണ് നൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. സോയിൽ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലോസറ്റ്, യൂറിനൽസ് അങ്ങനെയുള്ള കമ്പോണൻസിൽ നിന്നൊക്കെ ഉള്ള വേസ്റ്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ അതിൽ തന്നെ നൈറ്റ് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ എക്സ്ക്രീറ്റിക്കാണ് നൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് ടേംസ് ആണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ്. അതിൽ സള്ളേജും സിവറേജ്, സീവർ, ഡ്രൈ വെതർ ഫ്ലോ, വെറ്റ് വെതർ ഫ്ലോ, സോയിൽ വേസ്റ്റ്, അതുപോലെ തന്നെ നൈറ്റ് സോയിൽ, ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ളതാണ്.
ഇനി നമുക്ക് സീവറിന്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. സീവർ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ആ പൈപ്പ്, അണ്ടർഗ്രൗണ്ട് ആയിട്ട് ലേ ചെയ്യുന്ന പൈപ്പ്. അപ്പൊ സീവറിന്റെ പലതരത്തിലുള്ള സീവേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ലാറ്ററൽ സീവർ. ലാറ്ററൽ സീവർ. ലാറ്ററൽ സീവർ എന്ന് വെച്ചാൽ സീവർ വിച്ച് കളക്ട് സീവേജ് ഫ്രം ഹൗസ് അല്ലെങ്കിൽ ഫ്ലോ ഫ്രം സ്ട്രീറ്റ്സ് ബട്ട് ഡസ് നോട്ട് റിസീവ് സീവേജ് ഫ്രം എനി അതർ സീവർ. ഈ സീവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സീവർ. ഇപ്പൊ നമ്മളൊരു ഡ്രെയിൻ സിവറേജ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിലെ ഫസ്റ്റ് സീവർ ആണ് ലാറ്ററൽ സീവർ എന്ന് പറയുന്നത്. നമ്മുടെ ഹൗസിൽ നിന്നൊക്കെ വേറെ പുറത്തേക്കുള്ള സീവറിലേക്ക് കൊടുക്കുന്ന ഫസ്റ്റ് സീവർ ആണ് ലാറ്ററൽ സീവർ. നമ്മുടെ ഹൗസിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്നുള്ള വേസ്റ്റിനെ അതിന്റെ പുറത്തേക്ക് മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സബ് മെയിൻ ആയിട്ടുള്ള സീവറിലേക്ക് ക്യാരി ചെയ്യുന്നതാണ് ലാറ്ററൽ സീവർ. അപ്പൊ കുറെ ലാറ്ററൽ സീവർ ചേർന്നാണ് ഇനി അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു സീവർ വരുന്നത്. ലാറ്ററൽ സീവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് കളക്ട് സീവേജ് ഫ്രം ഹൗസസ് ഓർ ഫ്ലോ ഫ്രം സ്ട്രീറ്റ്സ്. അത് വേറെ ഒരു സീവറായിട്ട് കണക്ഷൻ ഇല്ല. അങ്ങനെയുള്ളതാണ് ലാറ്ററൽ സീവർ. ഫസ്റ്റ് സീവർ ആണ് ലാറ്ററൽ സീവർ. ഇനി ലാറ്ററൽ സീവറിൽ നിന്ന് ബ്രാഞ്ച് ഓർ സബ്മെയിൻ സീവർ ആണ് വരുന്നത്. ബ്രാഞ്ച് ഓർ സബ്മെയിൻ സീവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാറ്ററൽ സീവറിൽ നിന്ന് വേസ്റ്റിനെ കളക്ട് ചെയ്ത്, ഇപ്പൊ ഹൗസിൽ നിന്നൊക്കെ വേസ്റ്റിനെ കളക്ട് ചെയ്ത് കുറെ ലാറ്ററൽ സീവർ, അങ്ങനെ ഒരുപാട് ഹൗസിൽ നിന്നും ചെറിയ ചെറിയുള്ള പ്ലാന്റ്സിൽ നിന്നൊക്കെ വാട്ടർ കുറെ ലാറ്ററൽ സീവേഴ്സ് വരും. സ്ട്രീറ്റ്സിലേക്ക് കുറെ ലാറ്ററൽ സീവർ വരും. അതിന്റെ ഈ കുറെ ലാറ്ററൽ സീവേഴ്സ് എല്ലാം കൂടി ഒരു സബ്മെയിനിലേക്ക് കൊണ്ടുപോയി വേസ്റ്റിനെ കൺവേ ചെയ്യും. അതാണ് ബ്രാഞ്ച് ഓഫ് സബ്മെയിൻ സീവർ എന്ന് പറയുന്നത്. സീവർ വിച്ച് റിസീവ് സീവേജ് ഫ്രം എ സ്മോൾ ഏരിയ ആൻഡ് ഡിസ്ചാർജസ് ഇൻ ടു എ മെയിൻ ഏരിയ. ഇനി ഈ ബ്രാഞ്ച് സീവർ അതൊരു മെയിൻ സീവറിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. ലാറ്ററൽ സീവേഴ്സ് എന്നുള്ള വേസ്റ്റിനൊക്കെ കളക്ട് ചെയ്ത് ഈ ബ്രാഞ്ച് ഓഫ് സബ്മെയിൻ സീവർ ആണ് മെയിൻ സീവറിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്ന് ഫോം ചെയ്യുന്നത് ഏത് സീവർ ആയിരിക്കും? മെയിൻ സീവർ, അല്ലെങ്കിൽ അതിന് ട്രങ്ക് സീവർ എന്ന് പറയും. ട്രങ്ക് സീവർ. ഫസ്റ്റ് ലാറ്ററൽ സീവർ, അവിടുന്ന് കുറെ ലാറ്ററൽ സീവറിനുള്ള വേസ്റ്റ് കളക്ട് ചെയ്ത് ഒരു സബ്മെയിൻ സീവർ ഫോം ചെയ്യും. കുറെ സബ്മെയിൻ സീവറിൽ നിന്നുള്ള വേസ്റ്റ് എല്ലാം കൂടി ഒരു മെയിൻ ഓർ ട്രങ്ക് സീവറിലേക്ക് ഫ്ലോ ചെയ്യും. ഇത്രയും നമുക്ക് അറിയായിരിക്കും. ഇനി അടുത്ത ഒരു പേര് ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിക്കാനുള്ളതാണ്. ഔട്ട്ഫോൾ സീവർ. നമ്മുടെ ഫൈനൽ ഡിസ്പോസൽ സൈറ്റിലേക്ക് മെയിൻ ഓർ ട്രങ്ക് സീവറിൽ നിന്ന് വേസ്റ്റിനെ ക്യാരി ചെയ്യുന്നതാണ് ഔട്ട്ഫോൾ സീവർ. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. ഔട്ട്ഫോൾ സീവർ. സീവർ വിച്ച് സർവീസസ് സീവേജ് ഫ്രം കളക്ഷൻ സിസ്റ്റം ആൻഡ് കൺവേ ടു ദ പോയിന്റ് ഓഫ് ഫൈനൽ ഡിസ്പോസൽ. ഫൈനൽ ഡിസ്പോസലിന് വേണ്ടി മെയിൻ സീവറിൽ നിന്ന് വേസ്റ്റിനെ കളക്ട് ചെയ്യുന്നതാണ് ഔട്ട്ഫോൾ സീവർ. വെരി വെരി ഇമ്പോർട്ടന്റ്, ചോദിക്കാറുണ്ട്. ഇനി സ്റ്റോം വാട്ടർ സീവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോം വാട്ടർ, നമ്മുടെ റെയിൻ വാട്ടർ എക്സസ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഡ്രെയിനേജ് ഒന്നും ഇല്ലെങ്കിൽ എക്സസ് ആയിട്ട് നമ്മുടെ റോഡിൽ കൂടെ ഒക്കെ ഒഴുകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതാണ് ഈ ഒരു ഇതിൽ വരുന്നത് കേട്ടോ. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആ സിവറേജ് സിസ്റ്റത്തിൽ വരുന്നത്. ഇതെല്ലാം കൂടെയും കമ്പൈൻ ചെയ്താണ് നമ്മുടെ സിവറേജ് സിസ്റ്റം എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത്. ഇത് നമ്മൾ വേറെ സീവറിന്റെ കാര്യമാണ് പറയുന്നത്. അടുത്താണ് സ്റ്റോം വാട്ടർ സീവർ. സ്റ്റോം വാട്ടർ സീവർ എന്ന് പറയുമ്പോൾ ആ പേരിൽ നമുക്കറിയാം, റെയിൻ വാട്ടറിനെ പ്രോപ്പർ ആയിട്ട് ഡ്രെയിനേജ് ഫെസിലിറ്റീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാത്ത ഏരിയയില് വാട്ടറിനെ ഡ്രെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഈ സ്റ്റോം വാട്ടർ സീവർ യൂസ് ചെയ്താണ് എക്സസ് ആയിട്ട് റെയിൻഫോൾ ഉള്ള ഏരിയയിൽ നിന്ന് നമ്മൾ വേസ്റ്റ് വാട്ടറിനെ റിമൂവ് ചെയ്യുന്നത്. സ്റ്റോം വാട്ടർ സീവർ. Surface water in abnormal quantity resulting from heavy rainfall or snowfall is removed by using this storm water sieve. അപ്പോൾ എക്സസ് ആയിട്ട് റെയിൻഫോളോ അതുപോലെ തന്നെ ഹെവി റെയിൻഫോൾ ഉള്ളിടത്തോ അല്ലെങ്കിൽ സ്നോഫോൾ ഉള്ളിടത്ത് നമുക്ക് ആ സ്റ്റോം വാട്ടർ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്റ്റോം വാട്ടർ സീവർ. അത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ആ പേരിന്ന് അറിയാം. അടുത്തത് കമ്പൈൻഡ് സീവർ. കമ്പൈൻഡ് സീവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പൈൻഡ് സീവേജ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ സ്റ്റോം വാട്ടറും സർഫസ് റൺ ഓഫും സീവേജും എല്ലാം കൂടി
കമ്പൈൻ ചെയ്ത സീവർ ആണ് കമ്പൈൻഡ് സീവർ. സ്റ്റോം വാട്ടർ, സർഫസ് വാട്ടർ, അതുപോലെ തന്നെ സീവേജ്, ഇത് എല്ലാത്തിനെയും കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് കമ്പൈൻഡ് സീവർ. അടുത്താണ് കോമൺ സീവർ. കോമൺ സീവർ കമ്പൈൻഡ് സീവറും സെയിം അല്ല. കോമൺ സീവർ എന്ന് പറയുമ്പോൾ നമ്മുടെ സീവേജിനും ചില കേസിൽ നമുക്ക് ഒരുപാട് നമ്മുടെ റെയിൻഫോൾ ഒന്നും ഇല്ല, സ്റ്റോം വാട്ടർ ഫ്ലോ ഒന്നും ഒരുപാട് ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഒരു ഒറ്റ സീവറിക്കിടെ തന്നെ ഈ പറയുന്ന സ്റ്റോം വാട്ടറിനെയും സീവേജിനെയും കൂടെ ഒന്നിച്ച് ഫ്ലോ ചെയ്യിക്കും. അത് ഫ്ലോ അത് ഏത് ഏരിയയിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൻഫോൾ വളരെ കുറവുള്ള സ്ഥലങ്ങളിൽ. അതിനാണ് കോമൺ സീവർ എന്ന് പറയുന്നത്. A sewer which can be used for flow of storm water sewage with equal rights of use. കോമൺ സീവറിൽ കമ്പൈൻഡ് സീവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാം ഒരുമിച്ചായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. സ്റ്റോം വാട്ടറും സർഫസും സീവേജ് എല്ലാം കൂടെ ഒരുമിച്ചാണ് ഈ കമ്പൈൻഡ് സീവറിലൂടെ പാസ് ചെയ്യുന്നത്. അതേസമയം കോമൺ സീവറിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോം വാട്ടറിനും ഈക്വൽ റൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സീവേജിനും ഈക്വൽ റൈറ്റ്സ് ഉണ്ട് ഇതിലൂടെ പാസ് ചെയ്യാൻ. ഈക്വൽ റൈറ്റ്സ്, ഇവർക്ക് രണ്ടുപേർക്കും ഈക്വൽ റൈറ്റ്സ് ആണ് ഈ സീവറിൽ ഉള്ളത്. അപ്പോൾ സ്റ്റോം വാട്ടറിനെ പാസ് ചെയ്യേണ്ടപ്പോൾ നമുക്ക് സ്റ്റോം വാട്ടറിനെ പാസ് ചെയ്യിക്കും റെയിൻഫോൾ ഒക്കെ എക്സസ് ആവുന്ന സമയത്ത്. അല്ലാത്ത സമയങ്ങളിൽ സീവേജിനെ പാസ് ചെയ്യിക്കും. രണ്ടിനെ കൂടെ ഒരുമിച്ചല്ല പാസ് ചെയ്യിക്കുന്നത്. കോമൺ സീവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് റൈറ്റ്സ് ഉണ്ട്, രണ്ടുപേർക്കും ഫ്ലോ ചെയ്യാം, ഒരുമിച്ചല്ല ഡിഫറെന്റ് ടൈമിൽ ഫ്ലോ ചെയ്യുന്നതാണ് കോമൺ സീവർ. കമ്പൈൻഡ് സീവർ എന്ന് വെച്ചാൽ എല്ലാത്തിനെയും കമ്പൈൻ ചെയ്തിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഈ കേസ് വരുന്നത് ഒരുപാട് സ്റ്റോം വാട്ടർ ഫ്ലോ ഒന്നും ഇല്ലാത്ത കേസിലായിരിക്കും ഈ കമ്പൈൻഡ് സീവർ നമ്മൾ യൂസ് ചെയ്യുന്നത്. എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ആ സീവറിന് ഉള്ള സമയത്ത്. അപ്പൊ കമ്പൈൻഡ് കോമൺ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? കമ്പൈൻഡ് എന്ന് വെച്ചിട്ട് കോമ്പിനേഷൻ ഓഫ് സ്റ്റോം വാട്ടർ പ്ലസ് സർഫസ് റൺ ഓഫ് പ്ലസ് സീവേജ്. കോമൺ സീവർ, ഇൻ കേസ് ഓഫ് കോമൺ സീവർ ബോത്ത് സ്റ്റോം വാട്ടർ ആൻഡ് സീവേജ് ഹാവ് ഈക്വൽ റൈറ്റ്സ് ഫോർ ഫ്ലോ. അതാണ് കോമൺ സീവർ. ഇനി സാനിറ്ററി സീവർ ഉണ്ട്. സാനിറ്ററി സീവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാനിറ്ററി സീവേജ് ക്യാരി ചെയ്യാനുള്ള സീവർ. അടുത്തൊരു ടേം ആണ് സബ്സോയിൽ വാട്ടർ. നമ്മൾ ആദ്യം ഒരു സോയിൽ വേസ്റ്റ് ആണ് പറഞ്ഞത്. ഇത് സബ്സോയിൽ വാട്ടർ. സബ്സോയിൽ വാട്ടർ എന്ന് വെച്ചാൽ എന്താ? അണ്ടർഗ്രൗണ്ട് ആയിട്ട് ഫോം ചെയ്യുന്ന വാട്ടർ അല്ലേ, അണ്ടർഗ്രൗണ്ടിലുള്ള വാട്ടർ. അപ്പൊ ഈ സബ്സോയിൽ വാട്ടറിന് എന്തെങ്കിലും ലീക്കോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ അണ്ടർഗ്രൗണ്ടിലുള്ള വാട്ടർ നമ്മുടെ ഈ പൈപ്പ് ലൈൻസിലേക്ക് എൻട്രി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സബ്സോയിൽ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ഫൈൻഡ് ഇറ്റ്സ് എൻട്രി ടു സീവർ ത്രൂ ലീക്സ്. ആ ലീക്കിടെ ഈ പൈപ്പിലേക്ക് ഈ സീവറിലേക്ക് എൻട്രി ചെയ്യുന്ന വാട്ടറിനെയാണ് സബ്സോയിൽ വാട്ടർ എന്ന് പറയുന്നത്. ഗ്രൗണ്ട് വാട്ടറിൽ തന്നെ നമുക്ക് ഏത് വാട്ടർ ആണോ ലീക്ക് അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സീവറിലേക്ക് എൻട്രി ചെയ്യണത് ആ വാട്ടറിനെയാണ് സബ്സോയിൽ വാട്ടർ എന്ന് പറയുന്നത്. ഇനി അത് തന്നെ ഇൻഫിൽട്രേഷനും ഉണ്ട്, എക്സ്ഫിൽട്രേഷനും നടക്കും. അതിൽ ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീക്കിടെ നമ്മുടെ പൈപ്പിന്റെ അകത്തേക്ക് വാട്ടർ ലീക്കിടെ ഇറങ്ങുവാണെങ്കിൽ എൻട്രി ചെയ്യുവാണെങ്കിൽ അതിന് ഇൻഫിൽട്രേഷൻ എന്നും. എക്സ്ഫിൽട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീക്കേജ് ഓഫ് സീവേജ് ഫ്രം സീവർ ഇൻ ടു ദ സോയിൽ. സീവറിൽ നിന്ന് സീവേജ് സോയിലേക്ക് ഫ്ലോ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് എക്സ്ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. എക്സ്ഫിൽട്രേഷനിൽ എന്താ നടക്കുന്നത്? സീവേജ് ടു സോയിൽ. ഇൻഫിൽട്രേഷനില് വാട്ടർ ടു സീവർ. വാട്ടർ സീവറിലേക്ക് എൻട്രി ചെയ്യുന്നതാണ് ഇൻഫിൽട്രേഷനിൽ നടക്കുന്നത്. അപ്പൊ സബ്സോയിൽ വാട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിൽ തന്നെ ഏതൊരു വാട്ടർ ആണോ നമ്മുടെ സീവറിലേക്ക് എൻട്രി ചെയ്യും എക്സിറ്റ് ചെയ്യുന്നത് അതിനെയാണ് സബ്സോയിൽ വാട്ടർ എന്ന് പറയുന്നത്. അതിന് ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ലീക്സ് ഒക്കെ വന്ന് നമ്മുടെ പൈപ്പിലേക്ക് സബ്സോയിൽ വാട്ടർ എൻട്രി ചെയ്യുന്നതിന് ഇൻഫിൽട്രേഷൻ എന്നും. എക്സ്ഫിൽട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീവറിക്കിടെ ഫ്ലോ ചെയ്യുന്ന സീവേജ് പുറത്തേക്ക് വരുവാണെങ്കിൽ, പൈപ്പിൽ നിന്ന് പുറത്തേക്ക് വരുവാണെങ്കിൽ അതിനെ എക്സ്ഫിൽട്രേഷൻ എന്ന് പറയും. നമ്മൾ ഇൻഫിൽട്രേഷൻ നമ്മുടെ ഹൈഡ്രോളജിയിൽ വേറെ ഒരെണ്ണം പറഞ്ഞായിരുന്നു. നമ്മൾ ജസ്റ്റ് സർഫസ് വാട്ടർ എൻട്രി ചെയ്യുന്നത്, ഗ്രൗണ്ടിലേക്ക് എൻട്രി ചെയ്യുന്നത്. ഇത് സാനിറ്ററിയിലെ
ഇൻഫിൽട്രേഷൻ ആട്ടോ. ഇനി സ്റ്റോം വാട്ടർ ക്വാണ്ടിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി കുറച്ച് ഫോർമുല ഉണ്ട്. നമ്മളിവിടെ ഫയർ ഡിമാൻഡ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ഫോർമുല ഇല്ലായിരുന്നോ? അതുപോലെ സ്റ്റോം വാട്ടർ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാൻ 4-5 ഫോർമുല ഉണ്ട്. പേര് കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ടു ഡിറ്റർമൈൻ സ്റ്റോം വാട്ടർ ക്വാണ്ടിറ്റി, സ്റ്റോം വാട്ടർ ക്വാണ്ടിറ്റി ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഫോർമുലാസ്. സ്റ്റോം വാട്ടർ എന്ന് വെച്ചാൽ റെയിൻ വാട്ടറിന്റെ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ഫോർമുല ആണ്. ഫസ്റ്റ് ഫോർമുലയാണ് ഫാനിങ്സ് ഫോർമുല. ഫാനിങ്സ് ഫോർമുല. ഈ ഫോർമുല Q ഈക്വൽ ടു CA raised to 5/8. CA raised to 5/8. ഫാനിങ്സ് ഫോർമുല Q ഈക്വൽ ടു CA raised to 5/8. ഫോർമുല പഠിക്കാൻ പറ്റുന്നവര് പഠിക്കാട്ടോ. ഇനി C എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ് 3125. അപ്പൊ ഈ ഫോർമുല 3125 A raised to 5/8 എന്ന് വരും. ഫാനിങ്സ് ഫോർമുല ഒക്കെ ചെറുതായാണ് ഓപ്ഷൻ തരാറുണ്ട് കേട്ടോ, ചോദിക്കാറുണ്ട്. അപ്പൊ പറ്റുന്നവര് നോക്കാം. ഫാനിങ്സ് ഫോർമുല എന്ന് പറയുന്നത് 3125 A raised to 5/8. അതിൽ Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആ ക്വാണ്ടിറ്റി നമ്മൾ സ്റ്റോം വാട്ടറിന്റെ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പൊ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോം വാട്ടർ ആണ് Q എന്ന് പറയുന്നത്. A എന്ന് പറയുന്നത് കാച്ച്മെന്റ് ഏരിയ ഇൻ കിലോമീറ്റർ സ്ക്വയർ. കിലോമീറ്റർ സ്ക്വയറിലുള്ള കാച്ച്മെന്റ് ഏരിയ ആണ് A എന്ന് പറയുന്നത്. ഫാനിങ്സ് ഫോർമുല Q ഈക്വൽ ടു 3125 A raised to 5/8. ഇനി സെക്കൻഡ് ഫോർമുലയാണ് ഡിക്കൻസ് ഫോർമുല. ഡിക്കൻസ് ഫോർമുല ഈക്വൽ ടു Q ഈക്വൽ ടു CA raised to 3/4. അതിൽ C എന്ന് പറയുന്നത് ഒരു ഡിക്കൻസ് കോൺസ്റ്റന്റ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ വാല്യൂ തന്നിട്ടില്ല. Q ഈക്വൽ ടു CA raised to 3/4. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഈ പവർ ആണ് എല്ലാത്തിന്റെയും ചേഞ്ച് വരുന്നത്. പിന്നെ കോൺസ്റ്റന്റ് വ്യത്യാസമുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഓപ്ഷൻസ് തരുന്നത് CA raised to. ആ raised to ആ പവർ ആണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. കോൺസ്റ്റന്റ് വെച്ച് തരാറില്ല സാധാരണ. CA raised to 3/4, ഈ കേസിൽ 5/8 ഡിക്കൻസ് ഫോർമുല. എല്ലാത്തിലും സിയും എയും, C എന്ന് പറയുന്നത് ഡിക്കൻസ് കോൺസ്റ്റന്റ് ആണ്. ഈ കേസിലും A എന്ന് പറയുന്നത് കാച്ച്മെന്റ് ഏരിയ ഇൻ കിലോമീറ്റർ സ്ക്വയർ ആണ്. തേർഡ് വൺ ആണ് റൈറ്റ്സ് ഫോർമുല. റൈറ്റ്സ് ഫോർമുല. റൈറ്റ്സ് ഫോർമുല Q ഈക്വൽ ടു CA raised to 2/3. അതിൽ C എന്ന് പറയുന്നത് 15 ആണ് ആ കോൺസ്റ്റന്റ്. അപ്പൊ 15 A raised to 2/3. അതാണ് റൈറ്റ്സ് ഫോർമുല. ഇനി ഫോർത്ത് ഫോർമുലയാണ് ഇംഗ്ലീഷ് ഫോർമുല. ഇംഗ്ലീഷ് ഫോർമുല. ഫസ്റ്റ് വൺ ഫാനിങ്സ് ഫോർമുല 3125 A raised to 5/8. സെക്കൻഡ് വൺ ഡിക്കൻസ് ഫോർമുല CA raised to 3/4. റൈറ്റ്സ് ഫോർമുല Q ഈക്വൽ ടു 15 A raised to 2/3. ഇനി ഫോർത്ത് ഫോർമുല ആണ് ഇംഗ്ലീഷ് ഫോർമുല. ഇംഗ്ലീഷ് ഫോർമുല. ഇംഗ്ലീഷ് ഫോർമുല Q ഈക്വൽ ടു 1, 2, 3 റൂട്ട് A. A is catchment area in kilometer square. അപ്പൊ 4 ഫോർമുലയാണ് സ്റ്റോം വാട്ടർ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാനുള്ളത്. ഇനി സീവേജ് അടുത്ത ടോപ്പിക് ആട്ടോ. സീവേജ് കളക്ഷൻ സിസ്റ്റം. സീവേജ് കളക്ഷൻ സിസ്റ്റം.
രണ്ട് തരത്തിലാണ് മെയിൻ ആയിട്ടുള്ള സിസ്റ്റം വരുന്നത്. ഒന്ന് ഡ്രൈ സിസ്റ്റം, ഫസ്റ്റ് വൺ ആണ് ഡ്രൈ സിസ്റ്റം. സെക്കൻഡ് വൺ ആണ് വാട്ടർ ക്യാരിയേജ് സിസ്റ്റം. ഇമ്പോർട്ടന്റ് ആട്ടോ, സിസ്റ്റം ഓഫ് കളക്ഷൻ സിസ്റ്റം ഇമ്പോർട്ടന്റ് ആണ്. സീവേജ് കളക്ഷൻ സിസ്റ്റം, ഡ്രൈ സിസ്റ്റം, അതുപോലെ തന്നെ വാട്ടർ ക്യാരിയേജ് സിസ്റ്റം. വാട്ടർ ക്യാരിയേജ് സിസ്റ്റം. അതിൽ ഡ്രൈ സിസ്റ്റം എന്താ? ഡ്രൈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കൺസർവൻസി സിസ്റ്റം ആണ്. പഴയ കാലത്തൊക്കെ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ സമയത്തൊന്നും പ്രോപ്പർ ആയിട്ട് ടോയ്ലറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പ്രോപ്പർ ഇങ്ങനെ ഹ്യൂമൻ എക്സ്ക്രീറ്റേനെ വളരെ ഈ സൊസൈറ്റിയിലെ വളരെ താഴ്ന്ന ഒരു നിലയിൽ ജീവിച്ചുകൊണ്ടിരുന്ന സ്കാവഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു, ആ ഒരു വിഭാഗത്തിൽപ്പെട്ട. അപ്പൊ അവരുടെ ഒരു ജോലിയാണ് ഇങ്ങനെ ഹ്യൂമൻ എക്സ്ക്രീറ്റേനെയൊക്കെ സ്ക്രേപ്പ് ചെയ്ത് അവിടുന്ന് ക്യാരി ചെയ്ത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സൈറ്റിൽ കൊണ്ട് ഡിസ്പോസ് ചെയ്യാന്നുള്ള അങ്ങനത്തെ ഒരു സിസ്റ്റം ആണ് ഡ്രൈ സിസ്റ്റം. അപ്പൊ അവിടെ വാട്ടറിന്റെ ഒന്നും ഒരു യൂസ് വരുന്നില്ല. ടോയ്ലറ്റിന്റെ കേസിൽ വാട്ടറിന്റെ ഒന്നും യൂസ് വരാത്തതുകൊണ്ടാണ് അതിന് ഡ്രൈ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇൻ ഡ്രൈ സിസ്റ്റം ഹ്യൂമൻ എക്സ്ക്രീറ്റ് ഈസ് കളക്ടഡ് ഇൻ പാൻസ് ഫ്രം ഡ്രൈ ലാട്രിൻസ് ആൻഡ് ഫൈനലി റിമൂവ്ഡ് ബൈ സ്കാവഞ്ചേഴ്സ് ടു ഡിസ്പോസൽ സൈറ്റ്. അപ്പൊ പാനില് ഹ്യൂമൻ എക്സ്ക്രീറ്റിനെ കളക്ട് ചെയ്തിട്ട് ഇതിന് വേണ്ടി ഈ പർട്ടിക്കുലർ ജോബിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ആൾക്കാരുണ്ട്. അവര് സ്കാവഞ്ചേഴ്സ് അതിനെ ക്യാരി ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്പോസൽ സൈറ്റിൽ കൊണ്ട് ഡിസ്പോസ് ചെയ്യും. അതിനെയാണ് ഡ്രൈ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ വിത്തൗട്ട് വാട്ടർ ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വിത്തൗട്ട് വാട്ടർ, ആ വാട്ടർ എന്നുള്ള ഒരു മീഡിയം അവിടെ വരുന്നില്ല. ഇനി വാട്ടർ ക്യാരിയർ സിസ്റ്റം എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സിസ്റ്റം, അവിടെ വാട്ടർ ആണ് ക്യാരി ചെയ്യാനുള്ള ആ ഒരു എന്താ മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻ ദിസ് സിസ്റ്റം വാട്ടർ ക്ലോസറ്റ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് എ ഫ്ലഷിംഗ് അറേഞ്ച്മെന്റ്. വാട്ടർ ഇസ് ദ മീഡിയം ടു കൺവേ സീവേജ്. വാട്ടർ ആണ് മീഡിയം. സീവേജിനെ അവിടെ ഉണ്ടാവുന്ന സീവേജിനെ ക്യാരി ചെയ്യാനുള്ള മീഡിയം എന്ന് പറയുന്നത് വാട്ടർ ആണ്. അതുപോലെ തന്നെ ഫ്ലഷിംഗ് സിസ്റ്റം അല്ലെ, ഫ്ലഷിംഗ് സിസ്റ്റം അല്ലെ ഇപ്പൊ എല്ലായിടത്തും. ഫ്ലഷിംഗ് സിസ്റ്റം ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള സിസ്റ്റം ആണ് വാട്ടർ ക്യാരിയേജ് സിസ്റ്റം. രണ്ടിന്റെ ഡിഫറൻസ് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇതിന് ഡ്രൈ സിസ്റ്റത്തിനെ കൺസർവൻസി സിസ്റ്റം എന്ന് പറയും. നമ്മുടെ പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാണ് ഇതിനെ കൺസർവൻസി സിസ്റ്റം എന്ന് പറയും. ഡ്രൈ സിസ്റ്റത്തിനെ അവിടെ സ്കാവഞ്ചേഴ്സ് ഒക്കെ ഡ്രൈ പാൻസില് ഡ്രൈ വേസ്റ്റിനെ കളക്ട് ചെയ്ത് കൊണ്ട് ഡിസ്പോസ് ചെയ്യായിരുന്നു. വാട്ടർ അവിടുത്തെ മീഡിയം അല്ല. വാട്ടർ ക്യാരിയർ സിസ്റ്റത്തിൽ വാട്ടർ ആണ് കൺവേ ചെയ്യാനുള്ള മീഡിയം എന്ന് പറയുന്നത്. ഫ്ലഷിംഗ് സിസ്റ്റം ഒക്കെ ഈ കേസിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം. അതാണ് സീവേജ് കളക്ഷൻ സിസ്റ്റത്തിന്റെ രണ്ട് ടൈപ്പ്. മനസ്സിലായി കാണൂലോ? ഇനി നമ്മുടെ സിവറേജ് സിസ്റ്റത്തിന് ഒരു 3 ടൈപ്പ് പറയുന്നുണ്ട്. സിവറേജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ? സിവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? നെറ്റ്വർക്ക് ഓഫ് പൈപ്സ്. അപ്പൊ സിവറേജ് സിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള 3 ടൈപ്സ് ഓഫ് സിവറേജ് സിസ്റ്റം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്പൈൻഡ് സിസ്റ്റം. നമ്മൾ ടേംസിന്റെ കാര്യം പറഞ്ഞപ്പോ ജസ്റ്റ് പറഞ്ഞാർന്ന ഈ കേസ്. കമ്പൈൻഡ് സിസ്റ്റം ആണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെപ്പറേറ്റ് സിസ്റ്റം. തേർഡ് വൺ എന്ന് പറയുന്നത് പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം. പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം. ഫസ്റ്റ് വൺ കമ്പൈൻഡ്, സെക്കൻഡ് വൺ സെപ്പറേറ്റ് സിസ്റ്റം, തേർഡ് വൺ എന്ന് പറയുന്നത് പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം. അതില് ഫസ്റ്റ് സിസ്റ്റം കമ്പൈൻഡ് സിസ്റ്റത്തില് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഒരു സെറ്റ് ഓഫ് സീവേഴ്സ് ആണ് സാനിറ്ററി വേസ്റ്റും സ്റ്റോം സീവേജും ക്യാരി ചെയ്യാൻ ഉള്ളൂ. അത് നാരോ സ്ട്രീറ്റ്സിൽ, ഇത് എവിടെ അഡോപ്റ്റ് ചെയ്യുന്നത് വരാറുണ്ട് കേട്ടോ. നാരോ സ്ട്രീറ്റ്സിലാണ് കമ്പൈൻഡ് സിസ്റ്റം യൂസ് ചെയ്യണത്. നാരോ സ്ട്രീറ്റ്സിൽ കമ്പൈൻഡ് സിസ്റ്റത്തിൽ ഒരു കോമൺ ആയിട്ട് ഒരു സീവർ ആണ് ഉണ്ടാവുള്ളൂ. നമ്മുടെ സാനിറ്ററി സീവേജിനെയും സ്റ്റോം വാട്ടറിനെയും സർഫസ് റൺ ഓഫിനെയും ഒക്കെ ക്യാരി ചെയ്യാൻ വേണ്ടി. അത് നാരോ സ്ട്രീറ്റ്സിന്റെ കേസിലാണ് ഈ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നത്. കാരണം അവിടെ സ്ട്രീറ്റിന്റെ സൈസ് വിട്ട് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കുറെ ഓരോന്നിനും സെപ്പറേറ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല.
ആ ഒരു കേസിലാണ് കമ്പൈൻഡ് സീവേജ് സിസ്റ്റം യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ ഈ കേസിൽ മെയിൻ്റനൻസ് കുറവായിരിക്കും. പിന്നെ ഓട്ടോമാറ്റിക് ഫ്ലഷിംഗ് സീവേഴ്സ് ആയിരിക്കും. നമുക്ക് സിൽട്ടിങ് ഒന്നും നടക്കാതെ അങ്ങനെ സിൽട്ട് ആയിട്ടൊന്നും ഡെപ്പോസിറ്റ് ചെയ്യാതെ നമുക്ക് ഓട്ടോമാറ്റിക് ഫ്ലഷിംഗ് സിസ്റ്റം ആയിരിക്കും ഈ കേസിൽ അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. അവിടെ എന്താ സിൽട്ട് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് ആ ഫ്ലോയിനെ തടസ്സപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് ഓട്ടോമാറ്റിക് ഫ്ലഷിംഗ് സിസ്റ്റം ആണ് ഈ കേസിൽ അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ലെസ് മെയിൻ്റനൻസ് ആയിരിക്കും കമ്പൈൻഡ് സിസ്റ്റത്തിന്റെ കേസിൽ വരുന്നത്. കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരോ സ്ട്രീറ്റ്സിൽ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ്. ഒരു സീവറിക്കടെ തന്നെ നമ്മുടെ സീവേജും സ്റ്റോം വാട്ടറും സർഫസ് റൺ ഓഫും ഫ്ലോ ചെയ്യുന്നു. മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഫ്ലഷിംഗ് സീവേഴ്സ് ആയിരിക്കും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ സെക്കൻഡ് വൺ ആണ് സെപ്പറേറ്റ് സിസ്റ്റം. സെപ്പറേറ്റ് സിസ്റ്റം എന്തായിരിക്കും? ആ നെയിമിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും സീവേഴ്സ് ലേ ചെയ്തേക്കുന്നത്. രണ്ട് സെറ്റ് ഓഫ് സീവർ ഉണ്ടായിരിക്കും. ഒന്ന് സീവേജ് ക്യാരി ചെയ്യാനും സാനിറ്ററി സീവേജ് ഒക്കെ ക്യാരി ചെയ്യാനും, അനദർ ഫോർ സ്റ്റോം വാട്ടർ. സെപ്പറേറ്റ് സിസ്റ്റത്തില് വൺ ഫോർ സാനിറ്ററി സീവേജ്, സെക്കൻഡ് വൺ ഫോർ സ്റ്റോം വാട്ടർ. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സീവേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റം ആണ് സെപ്പറേറ്റ് സിവറേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെപ്പറേറ്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് റോക്കി ഏരിയസിലാണ്. അതുപോലെ തന്നെ ടോപ്പോഗ്രഫി ഫ്ലാറ്റ് ആയിട്ടുള്ളിടത്തും ഇത് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഇനി അടുത്താണ് പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം. പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് സിസ്റ്റം ആണ് കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. എ സ്മോൾ പോർഷൻ ഓഫ് സ്റ്റോം വാട്ടർ ഈസ് അലൗഡ് ടു എൻറ്റർ ഇൻ ദ സീവർ. എന്നുവെച്ചാൽ വളരെ കുറവ് റെയിൻഫോൾ ഒക്കെ ഉള്ള ഏരിയാസിലാണ് ഈ പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്യണത്. അപ്പൊ റെയിൻഫോൾ ഉണ്ടാവുന്ന സമയമാണെങ്കിൽ പോലും ഒരുപാട് എമൗണ്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോ ആ ഒരു സീവറിക്കടെ സ്റ്റോം വാട്ടറിനെയും കൂടെയും കടത്തിവിടും. അതാണ് പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റത്തിൽ വരുന്നത്. മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഉണ്ട്: കമ്പൈൻഡ്, സെപ്പറേറ്റ്, പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം. കമ്പൈൻഡ് സിസ്റ്റത്തില് നാരോ സ്ട്രീറ്റ്സിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെയിൻ്റനൻസ് കുറവായിരിക്കും. ഫ്ലഷിംഗ് സിസ്റ്റം ആണ് അവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. പിന്നെ സീവേജും സ്റ്റോം വാട്ടറും സർഫസ് വാട്ടറും എല്ലാം കൂടെ ഒരു സീവറിക്കടെ ഫ്ലോ ചെയ്യുന്നു. സെപ്പറേറ്റില് 2 സീവർ ഉണ്ടായിരിക്കും. ഒന്ന് സീവേജിനെ ക്യാരി ചെയ്യാനും ഒന്ന് സ്റ്റോം വാട്ടറിനെ ക്യാരി ചെയ്യാനും. അത് ഫ്ലാറ്റ് ആയിട്ടുള്ള റോക്കി ഏരിയാസിലൊക്കെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൻഫോൾ ഒക്കെ വളരെ കുറവുള്ളിടത്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലോ എമൗണ്ട് ഓഫ് സ്റ്റോം വാട്ടറിനെയും കൂടി ആവശ്യമുള്ള സമയത്ത് ഈ സീവറിക്കടെ പാസ് ചെയ്യും. അതാണ് സിവറേജ് സിസ്റ്റത്തിന്റെ 3 ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് സീവറിന്റെ ഡിസൈൻ. അടുത്ത നമ്മുടെ സിലബസിലുള്ള ടോപ്പിക് ആണ് ഡിസൈൻ ഓഫ് സീവേഴ്സ്. ഞാൻ പറഞ്ഞു പോകുമ്പോ നിങ്ങൾക്ക് അറിയില്ലാത്തത് അല്ലെങ്കിൽ മനസ്സിലാവാത്തതാണെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. നമുക്ക് ഇപ്പൊ ഐ ടു ഐ കോണ്ടാക്ട് ഇല്ലാത്ത കാരണം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നു. കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതായാലും റിപ്ലൈ തരുമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ടോ ഇപ്പോഴോ ചോദിക്കാം കേട്ടോ. അപ്പൊ അടുത്ത ടോപ്പിക് ആണ് ഡിസൈൻ ഓഫ് സീവേഴ്സ്. ഇപ്പൊ സീവറിന്റെ ഡിസൈന് നമ്മൾ ഡിസൈൻ പീരീഡ് ആദ്യം നോക്കുന്നത്. നമ്മൾ വാട്ടർ സപ്ലൈയുടെ കേസിൽ നമ്മൾ ഡിസൈൻ പീരീഡ് പറഞ്ഞില്ലായിരുന്നോ? ഡാംസിന്റെ കേസിൽ പിന്നെ കുറെ പൈപ്പ് ലൈൻസ്, വാട്ടർ ഇൻടേക്ക് സ്ട്രക്ചർ, പിന്നെ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിലേക്ക് പൈപ്പിന് വാട്ടറിനെ കൺവേ ചെയ്യുന്ന പൈപ്പ് ലൈൻസ്, പിന്നെ നമ്മൾ റിസർവോയറിന്റെ കേസിൽ പറഞ്ഞു. അങ്ങനെ കുറെ പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ഈ സിവറേജ് നമ്മുടെ സാനിറ്ററിയിലും അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിലും ഡിസൈൻ പീരീഡ് ഉണ്ട്. കാരണം ഈ സീവേഴ്സിനെ ഒക്കെ ഡിസൈൻ ചെയ്യണല്ലോ. അപ്പൊ അതിനും ഒരു പർട്ടിക്കുലർ ആയിട്ട് ഡിസൈൻ പീരീഡ് അലൗ ചെയ്തിട്ടുണ്ട്. അതില് ലാറ്ററൽ സീവേഴ്സ്, നമ്മൾ പല ടൈപ്പ് സീവേഴ്സ് പറഞ്ഞല്ലോ. അതില് ഫസ്റ്റ് സീവർ ആയിരുന്നു ലാറ്ററൽ സീവേഴ്സ്. ഹൗസിൽ നിന്നൊക്കെ നേരിട്ട് നമ്മുടെ സ്ട്രീറ്റ്സിലേക്ക് പോകുന്നതാണ് ലാറ്ററൽ സീവർ. ഈ ലാറ്ററൽ സീവേഴ്സ് ലെസ് ദാൻ 50 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ളതാണെങ്കിൽ, ലാറ്ററൽ സീവേഴ്സ് ലെസ് ദാൻ 50 സെന്റിമീറ്റർ ഡയ.
ലെസ് ദാൻ 50 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ലാറ്ററൽ സീവേഴ്സിന്റെ കേസിൽ അവിടുത്തെ ഡിസൈൻ പീരീഡ് എന്ന് പറയുന്നത് ഫുൾ ഡെവലപ്മെന്റ് ആണ്. അതിനൊരു കറക്റ്റ് ആയിട്ട് ഡിസൈൻ പീരീഡ് പറയുന്നില്ല. എത്ര നാളത്തേക്ക് ഈ നമ്മുടെ സീവേഴ്സ് അവിടെ കേടുപാടൊന്നും ഇല്ലാതെ നിൽക്കുമോ അത്രയും നാളവും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ പർട്ടിക്കുലർ ആയിട്ട് ഒരു ഡിസൈൻ പീരീഡ് പറയുന്നില്ല. ഏത് ലാറ്ററൽ സീവേഴ്സ് ലെസ് ദാൻ 50 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ലാറ്ററൽ സീവേഴ്സിന്റെ കേസിൽ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓർ സബ്മെയിൻ സീവർ. ബ്രാഞ്ച് ഓർ സബ്മെയിൻ സീവറിന്റെ കേസിൽ ബ്രാഞ്ച് സീവർ തന്നെയല്ല സബ്മെയിൻ സീവർ, ബ്രാഞ്ചിന്റെയും മെയിൻ സീവറിന്റെയും കേസിൽ ഡിസൈൻ പീരീഡ് എന്ന് പറയുന്നത് 40 to 50 years ആണ്. 40 തൊട്ട് 50 വർഷം വരെയാണ് ഡിസൈൻ പീരീഡ് പറയുന്നത്. ഇനി ട്രീറ്റ്മെന്റ് യൂണിറ്റ്സ്. ഇനി നമ്മൾ വാട്ടർ ട്രീറ്റ്മെന്റിൽ പറഞ്ഞ പോലെ തന്നെ വേസ്റ്റ് വാട്ടറിന് ട്രീറ്റ്മെന്റ് യൂണിറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ട്രീറ്റ്മെന്റ് യൂണിറ്റ്സിൽ അത് ഡിസൈൻ ചെയ്തേക്കുന്നത് 15 to 20 years. 15 to 20 years ആണ് ഈ ട്രീറ്റ്മെന്റ് യൂണിറ്റ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇനി ഫോർത്ത് വൺ പമ്പിംഗ് പ്ലാന്റ്. പമ്പിംഗ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ സീവേജിനെയൊക്കെ പമ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സീവേജ് പമ്പിംഗ് എന്ന് പറഞ്ഞാൽ അതും സെൻട്രിഫ്യൂഗൽ പമ്പും സെൻട്രിഫ്യൂഗൽ പമ്പില് ആക്സിയൽ ഫ്ലോ, മിസ്റ്റർ ഫ്ലോ, അങ്ങനെ കുറെ പമ്പ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്താണ് ഈ പമ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ പമ്പിംഗ് പ്ലാന്റിനും ഒരു ഡിസൈൻ പീരീഡ് ഉണ്ട്. അത് 5 to 10 years ആണ്. അതാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് ഡിസൈൻ പീരീഡ് ഉള്ളത് പമ്പിംഗ് പ്ലാന്റിനാണ്. അത് 5 to 10 years ആണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും കുറവ് വരാൻ കാരണം നമ്മൾ അതിന്റെ അകത്ത് പെട്ടെന്ന് ക്ലോഗിങ്ങും അങ്ങനെയുള്ള ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതൽ സീവേജിന്റെ കണ്ടന്റോട് ട്രീറ്റ് ഒന്നും ചെയ്യാത്തത്, മെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാത്തതാണ് വരുന്നത്. അപ്പൊ ട്രീറ്റ്മെന്റിലേക്ക് എത്തിക്കാനാണ് ഈ പമ്പിംഗ് പ്ലാന്റ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഡിസൈൻ പീരീഡ് കുറവായിരിക്കും. കുറച്ച് നാളത്തേക്ക് അത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് പെട്ടെന്ന് തന്നെ മെയിൻ്റെനൻസും ഫുള്ളി ആയിട്ട് റീപ്ലേസ് ചെയ്യേണ്ടൊക്കെ കേസ് വരും പമ്പിംഗ് പ്ലാന്റ് കേസിൽ. അപ്പൊ അതിനാണ് ഏറ്റവും കുറവ് ഡിസൈൻ പീരീഡ് വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് സീവറിന്റെ കേസിൽ ഡിസൈൻ പീരീഡ് പറയുന്നത് ലാറ്ററൽ സീവറിന് ഫുൾ ഡെവലപ്മെന്റ്, അതിന്റെ താഴെയുള്ള ബ്രാഞ്ചിനും മെയിനും 40 to 50 years, ട്രീറ്റ്മെന്റ് യൂണിറ്റ്സിൽ 15 to 20 years, പമ്പിംഗ് പ്ലാന്റിന് 5 to 10 years. എന്ന് പഠിച്ചിരിക്കുക കേട്ടോ. ഇനി ഇതിന്റെ ഫ്ലോ അനുസരിച്ച് മാക്സിമം ഡെയിലി ഫ്ലോ, മാക്സിമം അവർലി ഫ്ലോ, അതിനൊക്കെ കുറച്ച് റേഞ്ച് ഉണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. മാക്സിമം ഡെയിലി ഫ്ലോ, മാക്സിമം ഡെയിലി ഫ്ലോ ഓഫ് സീവേജ് പറയുന്നത് ആവറേജ് ഡെയിലി ഫ്ലോയുടെ 3 times ആണ്. 3 times ഓഫ് ആവറേജ് ഡെയിലി ഫ്ലോ. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. മാക്സിമം ഡെയിലി ഫ്ലോ എന്ന് പറയുന്നത് ആവറേജ് ഡെയിലി ഫ്ലോയുടെ 3 ഇരട്ടി ആയിരിക്കും. ഇനി മാക്സിമം അവർലി ഫ്ലോ, ഇത് ആദ്യത്തെ ഡെയിലി ഫ്ലോ ആയിരുന്നു. രണ്ടാമത്തെ അവർലി ഫ്ലോ ആണെങ്കിൽ 1.5 times മാക്സിമം ഡെയിലി ഫ്ലോ, അല്ലെങ്കിൽ 3 times ആവറേജ് ഡെയിലി ഫ്ലോ എന്ന് പറയാം. 1.5 times മാക്സിമം ഡെയിലി ഫ്ലോ or 3 times ആവറേജ് ഡെയിലി ഫ്ലോ. ആവറേജ് ഡെയിലി ഫ്ലോയുടെ 3 times മാക്സിമം ഡെയിലി ഫ്ലോയുടെ 1.5 times ആണ് മാക്സിമം അവർലി ഫ്ലോ. നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കാൻ ചാൻസ് കുറവാ, കുറെ പ്രാവശ്യം വായിച്ചാൽ അത് ഓർത്തിരിക്കുള്ളൂ. മാക്സിമം ഡെയിലി ഫ്ലോ 3 times, ആവറേജ് ഡെയിലി ഫ്ലോയുടെ 3 times, അവർലി ഫ്ലോ ആണെങ്കിൽ അതിന്റെ മാക്സിമം എന്ന് പറയുന്നത് മാക്സിമം ഡെയിലി ഫ്ലോയുടെ 1.5 times ആവറേജ് ഡെയിലി ഫ്ലോയുടെ 3 times ആണ്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, മിനിമം ഡെയിലി ഫ്ലോ. ഡെയിലി ഫ്ലോയുടെ മിനിമം എന്ന് പറയുന്നത് ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ചോദിക്കാറട്ടോ, ഫസ്റ്റ് വൺ. അപ്പൊ അതെങ്കിലും ഓർത്തിരിക്കാം കേട്ടോ. മിനിമം ഡെയിലി ഫ്ലോ എന്ന് പറയുന്നത് ആവറേജ് ഡെയിലി ഫ്ലോയുടെ 2/3 ആണ്. ആവറേജ് ഡെയിലി ഫ്ലോയുടെ 2/3. ഫസ്റ്റ് വൺ ഉറപ്പായിട്ടും പഠിക്കാം കേട്ടോ. ഇനി സീവർ പൈപ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ 2/3 കണ്ടീഷൻ, 2/3 ഫുള്ള്, 3/4 ഫുള്ള്, അങ്ങനെ സീവറിക്കിടെ നമ്മൾ ഫ്ലോ ചെയ്യില്ലേ, അത് അങ്ങനെ ഒരു പർട്ടിക്കുലർ കേസിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. നമുക്ക് ചില സീവേഴ്സ് 2/3 ഫുൾ ആയിട്ടാണ് ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് ആ സീവറിക്കടെ ഫ്ലോ പെർമിറ്റ് ചെയ്യാൻ പറ്റില്ല. ആ സീവറിന്റെ ഡയമീറ്ററിന്റെ 2/3 ആണ് ഫ്ലോ ചെയ്യാമുള്ളൂ. ചില കേസിൽ ഹാഫ് ആണ് ഫ്ലോ ചെയ്യാമുള്ളൂ. ചില കേസിൽ സീവറിക്കടെ ഫുൾ ആയിട്ട് ഫ്ലോ ചെയ്യാം. അതിൽ ഏറ്റവും എഫിഷ്യന്റ് എന്ന് പറയുന്നത് 2/3 ഫ്ലോ ചെയ്യുമ്പോഴാണ് ഏറ്റവും എഫിഷ്യന്റ് എന്ന് പറയുന്നത്. 2/3 ഫ്ലോ ചെയ്യുന്നതാണ് 2/3 റണ്ണിങ് ഫുൾ എന്ന് പറയുന്നതാണ് കൂടുതൽ എഫിഷ്യന്റ് എന്ന് പറയുന്നത്. നമ്മുടെ അങ്ങനെയാണ് കൂടുതലായിട്ട് ഡിസൈൻ ചെയ്യാറ്. അതൊരു ക്വസ്റ്റ്യൻ ആട്ടോ. റണ്ണിങ് ഫുൾ ഹാഫ് ആയിട്ട് ഫ്ലോ ചെയ്യാം, ഫുൾ കണ്ടീഷനിൽ ഫ്ലോ ചെയ്യാം, പിന്നെ 2/3 ആയിട്ടും 3/4 ഒക്കെ ആയിട്ട് നമുക്ക് ഫ്ലോ ചെയ്യാം. പക്ഷെ അതിനകത്ത് ഏറ്റവും എഫിഷ്യന്റ് എന്ന് പറയുന്നത് 2/3 റണ്ണിങ് ഫുൾ. ഈ ഒരു കണ്ടീഷനിൽ ഫ്ലോ ചെയ്യുമ്പോഴാണ് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യൻ ആണ് 2/3 ഫുള്ള്. ഇനി ഒരു സീവറിന്റെ ഡയമീറ്റർ അനുസരിച്ച് പറയുവാണെങ്കിൽ 0.4 മീറ്റർ ഡയനേക്കാളും കുറവുള്ളത്, ലെസ് ദാൻ 0.4 മീറ്റർ ഡയമീറ്റർ ഉള്ള സീവേഴ്സ് ആണെങ്കിൽ അവിടെ നമ്മൾ അലോ ചെയ്യേണ്ടത് മാക്സിമം ഡിസ്ചാർജ് കിട്ടാൻ വേണ്ടി റണ്ണിങ് ഹാഫ് ഫുൾ ആണ്. ഹാഫ് ഫുൾ കണ്ടീഷൻ ആണ് പെർമിറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ എടുത്ത് ചോദിക്കുവാണെങ്കിൽ 0.4 മീറ്റർ ഡയമീറ്റർ കുറവുള്ള സീവേഴ്സിൽ മാക്സിമം ഡിസ്ചാർജ് കിട്ടാൻ വേണ്ടി ഹാഫ് ഫുൾ കണ്ടീഷനാണ്, ഹാഫ് ഫുൾ കണ്ടീഷനിൽ ഫ്ലോ ചെയ്യാൻ പാകത്തിനാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഇനി ഗ്രേറ്റർ ദാൻ 0.4 മീറ്റർ, ഇത് ലെസ് ദാൻ 0.4 മീറ്റർ, ഇത് ഗ്രേറ്റർ ദാൻ 0.4 മീറ്റർ ഡയമീറ്റർ ആണെങ്കിൽ നമ്മൾ സീവറിനെ ഡിസൈൻ ചെയ്യേണ്ടത് 2/3 ഓർ 3/4 ഫുൾ. ഈ ഒരു കണ്ടീഷനിലാണ് മാക്സിമം ഡിസ്ചാർജ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. കേട്ടോ? ലെസ് ദാൻ 0.4 മീറ്റർ ഡയമീറ്റർ ആണെങ്കിൽ ഹാഫ് ഫുൾ കണ്ടീഷൻ, ഗ്രേറ്റർ ദാൻ 0.4 മീറ്റർ ഡയമീറ്റർ ആണെങ്കിൽ 2/3 ഓർ 3/4 ഫുൾ. ആ കണ്ടീഷനിൽ ഡിസൈൻ ചെയ്യുമ്പോഴായിരിക്കും മാക്സിമം ഡിസ്ചാർജ് കിട്ടുന്നത്. ഇല്ല നമ്മള് അല്ലാതെ ചുമ്മാ ചോദിക്കുവാണെങ്കിൽ സീവർ ഡിസൈൻ ചെയ്തേക്കുന്നത് ഏത് കണ്ടീഷനിലാണെങ്കിൽ ചോദിക്കുവാണെങ്കിലാണ് 2/3 ഫുൾ എന്ന് പറയുന്നത്. അങ്ങനെയാണ് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഇനി ആ സീവർ ലൈന് നമ്മൾ ആ ഗ്രാവിറ്റിയുടെ ആ ഒരു രീതിയിൽ ഫ്ലോ ചെയ്യാൻ വേണ്ടി ആ ഗ്രൗണ്ട് ലെവൽ എങ്ങനെയാണോ ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ സീവർ ലൈൻ ലേ ചെയ്തേക്കുന്നത്. അല്ലെ, എന്നാലല്ലേ ഫ്ലോ എഫിഷ്യന്റ് ആയിട്ട് ഫ്ലോ ചെയ്യുള്ളൂ. അതിൽ തന്നെ അതിന്റെ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് മിനിമം ഗ്രേഡിയന്റ് ഫോർ ഹൗസ് ഡ്രെയിനേജ് പർപ്പസിനുള്ള മിനിമം ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് 1/60 ആണ്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്സ് ആട്ടോ. അപ്പൊ നമ്മുടെ സീവർ ലൈൻ ലേ ചെയ്യണത് നമ്മുടെ ഗ്രൗണ്ട് എങ്ങനെയാണോ ആ ഒരു ലെവൽ, അതിന്റെ ലെവലിലായിരിക്കും അത് ലേ ചെയ്യണത്. അതുപോലെ തന്നെ ഒരു 2 to 3 മീറ്റർ ഡെപ്തിലായിരിക്കും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഈ പൈപ്പ് ലേ ചെയ്യണത്. ഇനി ഇന്റേണൽ ഡയമീറ്റർ ഓഫ് സീവർ, ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാ. ഇന്റേണൽ ഡയമീറ്റർ, സീവറിന്റെ ഇന്റേണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് അത് 15 സെന്റിമീറ്റർ കുറയരുതെന്ന് പറയും. പക്ഷെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 സെന്റിമീറ്റർ കുറയരുതെന്നാണ് കാണാറ്. നിങ്ങൾ ഉചിതം പോലെ ആൻസർ ചെയ്താട്ടോ. രണ്ട് ഓപ്ഷനിൽ വരാറുമുണ്ട്, 15 സെന്റിമീറ്റർ എന്നും 10 സെന്റിമീറ്റർ എന്നും വരാറുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഏതാ കൂടുതൽ കാണുന്നതെന്ന് വെച്ചാൽ അത് ഓപ്റ്റ് ചെയ്യാട്ടോ. ഇന്റേണൽ ഡയമീറ്റർ ഓഫ് സീവർ അത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 15 സെന്റിമീറ്റർ എന്ന് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 സെന്റിമീറ്റർ എന്നും കണ്ടിട്ടുണ്ട്. 15 സെന്റിമീറ്റർ കുറയരുത് ഇന്റേണൽ ഡയമീറ്റർ, കുറയരുതെന്നല്ല കൂടരുത്, സോറി കുറയരുത് തന്നെ. ഇന്റേണൽ ഡയമീറ്റർ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 15 സെന്റിമീറ്റർ or in some case it should not be less than 10 സെന്റിമീറ്റർ. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആണ് വരാറ്. കൂടുതൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയിട്ട് ഉചിതം പോലെ ചെയ്യാട്ടോ. ഇത് എപ്പോഴും ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സീവറിന്റെ ഇന്റേണൽ ഡയമീറ്റർ. ഇത്രയാണ് നമ്മുടെ സീവറിന്റെ മെയിൻ ആയിട്ടുള്ള ഡിസൈനിൽ വരുന്നത്. അപ്പൊ ആ ഡിസൈൻ പീരീഡ് പഠിക്കണം. പിന്നെ മാക്സിമം ഡെയിലി ഫ്ലോ ഓഫ് സീവേജ് ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്, 3 times ആവറേജ് ഡെയിലി ഫ്ലോ. പിന്നെ പറഞ്ഞ മാക്സിമം അവർലി ഫ്ലോയും മിനിമം ഡെയിലി ഫ്ലോയും നോക്കണം. പിന്നെ 2/3 ഫുൾ കണ്ടീഷനിലാണ്
നമ്മുടെ സീവറിക്കടെ വേസ്റ്റ് ഫ്ലോ ചെയ്യാൻ മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് 0.4 മീറ്റർ ഡയമീറ്റർ കുറവാണെങ്കിൽ ഹാഫ് ഫുൾ കണ്ടീഷനിലാണ് മാക്സിമം ഡിസ്ചാർജ് കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നു. ഈ ഗ്രേറ്റർ ദാൻ 0.4 മീറ്റർ ഡയമീറ്റർ ആണെങ്കിൽ റണ്ണിങ് 2/3 ഫുൾ അല്ലെങ്കിൽ 3/4 ഫുൾ, ആ ഒരു കണ്ടീഷനിലാണ് മാക്സിമം ഡിസ്ചാർജ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്, സീവർ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിന്റെ സ്ലോപ്പിന് ആ ഒരു ഡയറക്ഷനിലാണ് ലേ ചെയ്തേക്കുന്നത്. ഹൗസ് ഡ്രെയിനേജിന് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് 160 ആണ്. പിന്നെ ഡയമീറ്റർ ഓഫ് ഇന്റർണൽ ഡയമീറ്റർ ഓഫ് സീവർ നോക്കുക. പിന്നെ അതിന്റെ അത് രണ്ട് ടേംസ് വരുന്നതാണ് സെൽഫ് ക്ലീനിങ് വെലോസിറ്റി, നോൺ സ്കോറിംഗ് വെലോസിറ്റി. നമ്മുടെ സീവറിന്റെ ഡിസൈനിൽ തന്നെ വരുന്ന രണ്ട് ടേംസ് ആട്ടോ, അതും ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ടേം ആണ് സെൽഫ് ക്ലീനിങ് വെലോസിറ്റി. ഈ വെലോസിറ്റിന് തന്നെ നമുക്ക് മിനിമം ഫ്ലോ വെലോസിറ്റി എന്ന് പറയാം കേട്ടോ. സെൽഫ് ക്ലീനിങ് വെലോസിറ്റി ആണ് അവിടെ വേണ്ട മിനിമം വെലോസിറ്റി. അപ്പൊ അതുകൊണ്ടാണ് മിനിമം ഫ്ലോ വെലോസിറ്റി എന്ന് പറയുന്നുണ്ട് സെൽഫ് ക്ലീനിങ് വെലോസിറ്റിക്ക്. സെൽഫ് ക്ലീനിങ് വെലോസിറ്റി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീവറിക്കിടെ വേസ്റ്റ് ഫ്ലോ ചെയ്യുമ്പോൾ സിൽട്ടിങ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പലതരത്തിലുള്ള ഈ സീവേജിൽ പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പൊ അതിനകത്തുള്ള സിൽട്ട് ഉണ്ടാവാം, ഗ്രാവലൊക്കെ നമുക്ക് ചില കേസിൽ വരാം. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയ മെറ്റീരിയൽസ് ഇങ്ങനെ ഈ സീവറിന്റെ ബോട്ടത്തിൽ വന്ന് അടിഞ്ഞ് സസ്പെൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അടിഞ്ഞു കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് അങ്ങനെ അടിഞ്ഞു കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കില്ലേ, ആ ഫ്ലോ എഫിഷ്യന്റ് ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ സീവറിക്കിടെ വേസ്റ്റിനെ പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സീവേജിനെ പാസ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി കുറയാൻ പാടില്ല. അവിടെ നമുക്ക് അലൗ ചെയ്യാവുന്ന ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ആ മിനിമം വെലോസിറ്റിനെയാണ് സെൽഫ് ക്ലീനിങ് വെലോസിറ്റി എന്ന് പറയുന്നത്. സെൽഫ് ക്ലീനിങ് വെലോസിറ്റി is the minimum velocity of flow in sewer which does not permit any settlement and carry the sewage as soon as possible to the treatment plant. സെൽഫ് ക്ലീനിങ് വെലോസിറ്റി മനസ്സിലായോ? അപ്പൊ അവിടെ സിൽട്ടിങ്ങോ അങ്ങനെ എന്താ ഒന്നും സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഒന്നും അടിഞ്ഞുകൂടി കിടക്കാതെ ഒരു പർട്ടിക്കുലർ സർട്ടൻ എമൗണ്ട് ഓഫ് വെലോസിറ്റിയിൽ വാട്ടർ ഫ്ലോ ചെയ്താൽ വേസ്റ്റ് സീവേജ് ഫ്ലോ ചെയ്താലാണ് ഫ്ലോ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി കൊടുക്കുന്ന ആ മിനിമം വെലോസിറ്റിനെയാണ് സെൽഫ് ക്ലീനിങ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. സെൽഫ് ക്ലീനിങ് വെലോസിറ്റി is the minimum velocity of flow in sewer which does not permit any settlement. അതാണ് സെൽഫ് ക്ലീനിങ് വെലോസിറ്റി. മിനിമം വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയാം. ഈ ഒരു വെലോസിറ്റി കുറവ് അവിടെ വെലോസിറ്റിയിൽ ഫ്ലോ ചെയ്യാൻ പാടില്ല. അപ്പൊ അതിന്റെ വാല്യൂ അതും കുറച്ച് കൺഫ്യൂഷൻ ഉള്ളതാണ്. നമ്മുടെ ടെക്സ്റ്റിലൊക്കെ കിടക്കുന്നത് 0.75 to 1 meter per second ആണ് സെൽഫ് ക്ലീനിങ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ചില കേസിലും 0.8 to 1 meter per second എന്ന് ചിലയിടത്ത് കാണാറുണ്ട്. പക്ഷെ നമ്മുടെ കഴിഞ്ഞ എയുടെ ഇറിഗേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലാന്ന് തോന്നുന്നു. ഇറിഗേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെൽഫ് ക്ലീനിങ് വെലോസിറ്റി എന്ന് പറഞ്ഞ റേഞ്ച് കൊടുത്തേക്കുന്നത് 1 to 1.2 meter per second. ഇതും ചില ടെക്സ്റ്റിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ ആ ക്വസ്റ്റ്യൻ ഇടുന്നവര് റെഫർ ചെയ്യുന്ന ടെക്സ്റ്റിന് ബേസ് ചെയ്തായിരിക്കും അവർ ആൻസർ കീ കൊടുക്കുന്നത്. പിന്നെ വലിയ വ്യത്യാസം ഒന്നും വരില്ല കേട്ടോ, വലിയ വ്യത്യാസം വരില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ഈ നമ്മുടെ ഇറിഗേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പൊ ഇതിന്റെ ഓപ്ഷനിൽ ലെസ് ദാൻ 1 meter per second എന്നും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് ഓപ്റ്റ് ചെയ്യുമല്ലോ എന്ന് ആൻസർ ഉണ്ട്. പക്ഷെ ആൻസർ കീയിൽ ആൻസർ വന്നേക്കുന്നത് 1 to 1.2 meter per second ആയിരുന്നു. പക്ഷെ ഇലക്ട്രോണിന്റെ വേറെ കുറെ ഇലക്ട്രോണിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിൽ വരാറുണ്ട്. ചിലപ്പോൾ 0.85 എന്ന് മാത്രം കൊടുക്കാറുണ്ട്, 0.8 എന്ന് കൊടുക്കാറുണ്ട്. ഏകദേശം ഒരു റേഞ്ചിലാന്ന് ഓർത്തിരിക്കുക കേട്ടോ സെൽഫ് ക്ലീനിങ് വെലോസിറ്റി. അത് ഇമ്പോർട്ടന്റ്, എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ സെൽഫ് ക്ലീനിങ് വെലോസിറ്റി. അപ്പൊ ആ ഫ്ലോ ചെയ്യാനുള്ള സെറ്റിലിംഗ് നടക്കാതെ ഫ്ലോ ചെയ്യാനുള്ള മിനിമം വെലോസിറ്റി ആണ് സെൽഫ് ക്ലീനിങ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നോൺ സ്കോറിംഗ് വെലോസിറ്റി. നോൺ സ്കോറിംഗ് വെലോസിറ്റി ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്ലോ ഓഫ് വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ മാക്സിമം വെലോസിറ്റി ഓഫ് ഫ്ലോ, പെർമിറ്റ് ചെയ്യാവുന്ന മാക്സിമം വെലോസിറ്റി ആ ഫ്ലോയ്ക്ക് പെർമിറ്റ് ചെയ്യാം. ഇത് മിനിമം വെലോസിറ്റി ആണെങ്കിൽ ഇത് മാക്സിമം വെലോസിറ്റി ആണ് നോൺ സ്കോറിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മൾ ആ ഫ്ലോ ചെയ്യുന്ന സീവേജില് ഗ്രാവൽസോ
സിൽട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഫ്ലോ ചെയ്യുന്ന സീവറിന്റെ മെറ്റീരിയൽസ് പലതരത്തിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ സീവറിന്റെ മെറ്റീരിയൽസിനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള അവിടെ അബ്രേഷൻ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ സിൽട്ട് ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞു പോകുമ്പോൾ ആ മെറ്റീരിയൽസിനെ ഡിസ്ട്രക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒരുപാട് വെലോസിറ്റി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അബ്രേഷൻ നടക്കും. അങ്ങനെയൊന്നും അബ്രേഷൻ നടക്കാതെ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ചെയ്തേക്കുക. ആ ഒരു വെലോസിറ്റിയാണ് 3 മീറ്റർ പെർ സെക്കൻഡ്. 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂടുതൽ ഫ്ലോ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോഴാണ് അവിടെ അബ്രേഷൻ ഒക്കെ നടക്കാനുള്ള ചാൻസ് ഉള്ളത്. അപ്പൊ നോൺ സ്കോറിംഗ് വെലോസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം വെലോസിറ്റി വിച്ച് ക്യാൻ ബി പെർമിറ്റഡ് വിത്തൗട്ട് സ്കോറിംഗ് ഓഫ് ദ പൈപ്പ് മെറ്റീരിയൽസ്. പൈപ്പ് മെറ്റീരിയൽസിന്റെ സ്കോറിംഗ് നടക്കാതെ അവിടെ പെർമിറ്റ് ചെയ്യാവുന്ന മാക്സിമം വെലോസിറ്റി ആണ് നോൺ സ്കോറിംഗ് വെലോസിറ്റി. ഇത് രണ്ട് ഇമ്പോർട്ടന്റ് ആണ്. എന്താണെന്നും പഠിക്കണം, പിന്നെ ഈ റേഞ്ചും പഠിക്കണം കേട്ടോ. ഇത് മിനിമം വെലോസിറ്റി ആയിരുന്നു, ഇത് നമുക്ക് പെർമിറ്റ് ചെയ്യാവുന്ന മാക്സിമം വെലോസിറ്റിയാണ്. ഇത് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സ്കോറിംഗ് ഉണ്ടായി നമ്മുടെ പൈപ്പ് മെറ്റീരിയൽസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ രണ്ട് വെലോസിറ്റി. അതുകൊണ്ട് നമുക്ക് സീവറിന്റെ ഡിസൈൻ കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ഫോർമുല കൂടെ ഉണ്ട് സീവറിന്റെ ഡിസൈൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഫോർമുല. ഫസ്റ്റ് ഫോർമുലയാണ് ചെസീസ് ഫോർമുല, ഹൈഡ്രോളിക് ഫോർമുല ഫോർ ഡിസൈൻ ഓഫ് സീവേഴ്സ്. സീവറിന്റെ ഡിസൈൻ കഴിഞ്ഞു കേട്ടോ. ഇനി അതിന് യൂസ് ചെയ്യുന്ന ഫോർമുലാസ് ആണ് ഹൈഡ്രോളിക് ഫോർമുല ഫോർ ഡിസൈൻ ഓഫ് സീവേഴ്സ്. സീവേഴ്സിന്റെ ഡിസൈൻ യൂസ് ചെയ്യുന്ന ഹൈഡ്രോളിക് ഫോർമുല. ഫസ്റ്റ് വൺ ആണ് ചെസീസ് ഫോർമുല. ചെസീസ് ഫോർമുല ചെറിയ ഫോർമുലാസ് ഓർത്തിരിക്കാട്ടോ. ചെസീസ് ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാലോ. V equal to C root mi. V equal to C root mi. V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെലോസിറ്റി ഓഫ് ഫ്ലോ ആയിരിക്കും. C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെസീസ് കോൺസ്റ്റന്റ്. M എന്ന് പറയുന്നത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. I എന്ന് പറയുന്നത് ആ സീവറിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയും. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. C എന്താ? ചെസീസ് കോൺസ്റ്റന്റ്. സീവറിന്റെ ഡിസൈനിൽ വരുന്ന ഫോർമുലാസ് ആട്ടോ. M എന്ന് പറയുന്നത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ അത് ഏതാ? A/P, വെറ്റഡ് ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ, A/P. I എന്ന് പറയുന്നത് സീവറിന്റെ സ്ലോപ്പ്, സ്ലോപ്പ് ഓഫ് സീവർ അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്, അതാണ് I. ഈ ഫോർമുല നമുക്ക് അറിയായിരിക്കുമല്ലോ. V equal to C root mi. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, ചെസീസ് ഫോർമുല ഏതാന്ന് ചോദിച്ചത്. അപ്പോ ഹൈഡ്രോളിക് ഫോർമുലയാണ്, സീവറിന്റെ ഡിസൈൻ യൂസ് ചെയ്യുന്നതാണ് ചെസീസ് ഫോർമുല. V equal to C root mi. നെക്സ്റ്റ് വൺ ആണ് കട്ടേഴ്സ് ഫോർമുല. ഇനി പറയാൻ പോകുന്ന രണ്ടെണ്ണം ഈ ചെസീസ് കോൺസ്റ്റന്റ് ഇല്ലേ, C എന്ന് പറഞ്ഞ ചെസീസ് കോൺസ്റ്റന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള രണ്ട് ഫോർമുലയാണ് ബേസിൻസ് ഫോർമുല. ബേസിൻസ് ഫോർമുലയും കട്ടേഴ്സ് ഫോർമുലയും. ഫസ്റ്റ് വൺ കട്ടേഴ്സ് ഫോർമുല. കട്ടേഴ്സ് ഫോർമുല ഇത്തിരി ലെങ്തി ആട്ടോ. C equal to 23 plus 0.00155 by 5 plus 1 by n all divided by 1 plus 23 plus 0.00155 by s into n by root r. ഇത്രയും ലെങ്തി ആയതുകൊണ്ട് ഇത് ചോദിക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ കട്ടേഴ്സ് ഫോർമുല ഡിസൈൻ സീവറിന്റെ ഡിസൈനിലുള്ള ഒരു ഫോർമുല എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതിൽ തന്നെ C എന്ന് പറയുന്നത് ചെസീസ് കോൺസ്റ്റന്റ്. ചെസീസ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് C. പിന്നെ N എന്ന് പറയുന്നത് റുഗോസിറ്റി കോയിഫിഷ്യന്റ് N. R എന്ന് പറയുന്നത് നമ്മുടെ ചെസീസ് ഫോർമുല പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞില്ലേ V equal to C root mi. ഈ എമ്മിന് ചില സ്ഥലത്ത് R എന്നും ഐക്ക് ചില സമയത്ത് S എന്ന് കാണാറുണ്ട്. ചില ടെക്സ്റ്റിലും നമ്മുടെ കുന്മയുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ കൊടുത്താണ് V equal to C root RS. അപ്പൊ എമ്മും ആറും സെയിം ആട്ടോ. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് തന്നെയാണ് R. S എന്ന് പറയുന്നത് സ്ലോപ്പ് തന്നെയാണ്, സീവറിന്റെ സ്ലോപ്പ്. M equal to R, I equal to S. ഇത് രണ്ട് സെയിം ആണ്. ഇതുപോലെ തന്നെ ഇറിഗേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. 4 ഓപ്ഷൻ തന്നിട്ട് ഇതിന്റെ അകത്ത് ഏതാണ് സീവറിന്റെ ഡിസൈന് സ്യൂട്ട് അല്ലാത്തത്. അപ്പൊ ഈ പറയുന്ന ഫോർമുലയിൽ 3 തന്നിട്ട് വേറെ ഒരെണ്ണം വ്യത്യാസമായിട്ട് കൊടുത്തു. ഇത് എന്തിനാ യൂസ് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കാം.
N rugosity coefficient ആണ്. R എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് തന്നെയാണ്. പിന്നെ S എന്ന് പറയുന്നത് എന്താ സ്ലോപ്പ്, സീവറിന്റെ സ്ലോപ്പ്. തേർഡ് വൺ ആണ് ബേസിൻസ് കോൺസ്റ്റന്റ്. ബേസിൻസ് ഫോർമുല നമ്മൾ യൂസ് ചെയ്യണത് സി കാണാൻ വേണ്ടിയാണ്. സി ഈക്വൽ ടു 157.6 by 1.81 plus k by root r. ഞാൻ ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലം നിങ്ങൾ കണ്ടില്ല കേട്ടോ, കാണുവാണെങ്കിൽ പറഞ്ഞേക്കാം. ഇതാണ് ബേസിസ് ഫോർമുല. ഇതും ചെസിസ് കോൺസ്റ്റന്റ് സി കാണാനുള്ളതാണ്. അതിന്റെ അത് കെ എന്ന് പറയുന്നത് ബേസിൻസ് കോൺസ്റ്റന്റ് ആണ്. ബേസിൻസ് കോൺസ്റ്റന്റ് 3 ഫോർമുല പറഞ്ഞു. നാലാമത്തെയാണ് മാനിങ്സ് ഫോർമുല. മാനിങ്സ് ഫോർമുലയും ചോദിച്ചിട്ടുണ്ട്. ചെസീസ് ഫോർമുല ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, മാനിങ്സ് ഫോർമുല ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മാനിങ്സ് ഫോർമുല V equal to 1 by n r raised to 2 by 3 s raised to half. ഇതാണ് വെലോസിറ്റി ഓഫ് ഫ്ലോ മാനിങ്സ് ഫോർമുല കേട്ടോ. 1 by n r raised to 2 by 3 s raised to half. ഇതിലും n ഉം r ഉം s ഒക്കെ നമ്മൾ ആദ്യം പറഞ്ഞ സെയിം. ഇനി ഫിഫ്ത്ത് വൺ ആണ് ക്രിംബ് ആൻഡ് ബർഗസ് ഫോർമുല. ഇതിൽ ഒരു ഡിഫറൻസ് ഉള്ളൂ, ഏകദേശം ഈ ഫോർമുല തന്നെ. ഈ 1 by n-ന്റെ പ്ലേസിൽ ഒരു വാല്യൂ 83.47 r raised to 2 by 3 s raised to half. ഈ 1 by n-ന്റെ പ്ലേസിൽ 83.47 ആണെന്നുള്ളൂ ക്രിംബ് ആൻഡ് ബർഗസ് ഫോർമുല. അപ്പൊ ഇത് 5 പേര് പഠിച്ചിരിക്കുക. അത് എന്തിനാ യൂസ് ചെയ്യുന്നത്? സീവറിന്റെ ഡിസൈനിൽ യൂസ് ചെയ്യുന്ന ഫോർമുലാസ് ആണ്. പിന്നെ ഈ ഫോർമുല മാനിങ്സും ചെസീസ് എങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചിരിക്കുക കേട്ടോ, അത് നമുക്ക് അറിയാവുന്നതായിരിക്കാം. പിന്നെ ഈ ക്രിംബ് ആൻഡ് ബർഗസ് ഫോർമുല എളുപ്പമാണ്. ഈ 1 by n മാറ്റിയിട്ട് 83.47. ഇനി അടുത്താണ് ഒരു ഫോർമുല കൂടെ ഉണ്ട്, ഹെയ്സൺ വില്യംസ് ഫോർമുല. ഹെയ്സൺ വില്യംസ് ഫോർമുലയില് V equal to 0.85 CR 0.6 raised to 0.63 S raised to 0.54. ഈ ഹെയ്സൺസ് വില്യംസ് ഫോർമുലയും ഇതാന്ന് ഓർത്തിരിക്കുക, ഡിസൈന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫോർമുല ഓർത്തിരിക്കുക കേട്ടോ. അതില് ഈ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയ്സൺ വില്യമിന്റെ കോൺസ്റ്റന്റ് ആണ്, ചെസിസ് കോൺസ്റ്റന്റ് അല്ല കേട്ടോ. ഹെയ്സൺ വില്യംസ് കോൺസ്റ്റന്റ് ആണ് സി എന്ന് പറയുന്നത്. ഈ സി എന്ന് പറയുന്നത് ഡിഫറെന്റ് മെറ്റീരിയൽസിന് ഡിഫറെന്റ് ആണ്. അപ്പൊ അതിലൊരു ടേബിൾ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്റ്റീലിനും കോൺക്രീറ്റിനും ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ കുറെ മെറ്റീരിയൽസിന്റെ പേര് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് കൊടുത്തിട്ട് അതിനുള്ള ഹെയ്സൺ വില്യംസ് കോഎഫിഷ്യന്റ് ഒക്കെ കോൺസ്റ്റന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സി എന്നുള്ള ചെസിസ് കോൺസ്റ്റന്റ് അല്ല. ഇനി അടുത്താണ് സീവറിന്റെ ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് സീവർ. നമ്മൾ ആദ്യം പറഞ്ഞത് സീവറേജിന്റെ ഒക്കെ ടൈപ്പ് ആണെന്ന് പറഞ്ഞത്, ക്ലാസിഫിക്കേഷൻ പറഞ്ഞില്ല കേട്ടോ. ഇനി പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സീവേഴ്സ്. സീവറിന്റെ ക്ലാസിഫിക്കേഷൻ. അതിൽ ഫസ്റ്റ് വണ്ണാണ് മെറ്റീരിയൽസിന്റെ ബേസിസിൽ. അക്കോർഡിംഗ് ടു മെറ്റീരിയൽസ് യൂസ്ഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം വാട്ടർ സപ്ലൈഡ് പറഞ്ഞില്ലേ, കുറെ മെറ്റീരിയൽസ് അനുസരിച്ച് സിമെന്റ്, ആസ്ബറ്റോസ് അങ്ങനെ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ സീവറിന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് മെറ്റീരിയൽ ആണ് കാസ്റ്റ് അയൺ സീവർ. ഇതും നമ്മുടെ വാട്ടർ സപ്ലൈയിലുള്ള ആ മെറ്റീരിയൽസ് ഏകദേശം മെറ്റീരിയൽസ് അനുസരിച്ച് എല്ലാം സിമിലർ ആയിട്ട് വരുന്ന, അപ്പൊ അതനുസരിച്ച് കമ്പയർ ചെയ്ത് പഠിക്കാം കേട്ടോ. കാസ്റ്റ് അയൺ സീവർ നമ്മൾ യൂസ് ചെയ്യണത് ഹൈ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ലോഡ് വരുന്ന കേസിൽ, ഹൈ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ലോഡ് വരുന്ന കേസിലാണ് ഈ സീവർ യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ ബിൽഡിങ്സിന്റെ അണ്ടറിലായിട്ട് ലേ ചെയ്യാൻ വേണ്ടി ഈ സീവറാണ് യൂസ് ചെയ്യണത്. ലേഡ് അണ്ടർ ബിൽഡിങ്സിന്റെ അണ്ടറിൽ ലേ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യണത് കാസ്റ്റ് അയൺ സീവർ ആണ്. അതിന്റെ ഡയമീറ്റർ റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു 50 to 75 സെന്റിമീറ്റർ ആണ്. അത്ര ഇമ്പോർട്ടന്റ് അല്ല. അതായത് കാസ്റ്റ് അയൺ സീവർ ഹൈ പ്രഷറിനെയും അതുപോലെയുള്ള എക്സ്റ്റേണൽ ലോഡ്സിനെയും ഒക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഓർത്തിരിക്കുക.
പിന്നെ ബിൽഡിങ്സിന്റെ അണ്ടറിൽ ലേ ചെയ്യുന്നതാണ് കാസ്റ്റ് അയൺ സീവർ. ഡയമീറ്റർ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനി അടുത്തതാണ് സ്റ്റോൺ വെയർ സീവർ അല്ലെങ്കിൽ വിട്രിഫൈഡ് ക്ലേ സീവർ. നമ്മള് സീവറിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഫസ്റ്റ് അക്കോർഡിംഗ് ടു മെറ്റീരിയൽസ് ആണ്. ഫസ്റ്റ് വൺ പറഞ്ഞു കാസ്റ്റ് അയൺ സീവർ. രണ്ടാമത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റോൺ വെയർ സീവർ അല്ലെങ്കിൽ വിട്രിഫൈഡ് ക്ലേ സീവർ കേട്ടോ. വിട്രിഫൈഡ് ക്ലേ സീവർ. അതിൽ സ്റ്റോൺ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ഹൗസ് ഡ്രെയിനേജ് അല്ലെങ്കിൽ ബ്രാഞ്ച് സീവറിൽ യൂസ് ചെയ്യുന്ന ഏത് ടൈപ്പ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. ഹൗസ് ഡ്രെയിനേജ് അല്ലെങ്കിൽ ബ്രാഞ്ച് സീവേഴ്സിൽ യൂസ് ചെയ്യുന്ന ഏത് ടൈപ്പാന്ന് ചോദിക്കാറുണ്ട്. അത് സ്റ്റോൺ വെയർ സീവേഴ്സ് ആണ് യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ കൂടുതലായിട്ടും സീവേഴ്സ് നമ്മൾ മെയ്ഡ് ചെയ്യുന്നത് ഏത് മെറ്റീരിയൽ കൊണ്ട് ചോദിച്ചാലും ഈ സ്റ്റോൺ വെയർ സീവർ ആണ്. യൂഷ്വലി മെയ്ഡ് ഓഫ് സീവേഴ്സ് യൂഷ്വലി മെയ്ഡ് ഓഫ് എന്നുള്ളൊരു ക്വസ്റ്റിന്റെ ആൻസറും സ്റ്റോൺ വെയർ ഓർ വിട്രിഫൈഡ് ക്ലേ സീവർ ആണ്. ഈ സീവർ നമ്മുടെ സ്റ്റോൺ വെയർ നമ്മൾ മെറ്റീരിയൽസിലൊക്കെ പഠിച്ചിട്ടില്ലേ? ഈ സ്റ്റോൺ വെയർ നമ്മൾ ഉണ്ടാക്കുന്നത് ഹോട്ട് പ്രോസസ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ് വഴിയാണ് അത് മാനുഫാക്ചർ ചെയ്യുന്നത്. ഹോട്ട് പ്രോസസ്. അതിൽ എപ്പോഴും ചോദിക്കാറ് ഇതാട്ടോ, സീവേഴ്സ് ആർ യൂഷ്വലി മെയ്ഡ് ഓഫ്. അതിൽ അത് സ്റ്റോൺ വെയർ സീവർ കൊണ്ടാണ് കൂടുതൽ സീവേഴ്സും മെയ്ഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഹൗസ് ഡ്രെയിനേജ് പർപ്പസിലും ബ്രാഞ്ച് സീവേഴ്സിലൊക്കെ അഡോപ്റ്റ് ചെയ്യുന്ന സീവറും സ്റ്റോൺ വെയർ സീവർ ആണ്. പിന്നെ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ജോയിന്റ് എന്ന് പറയുന്നത് സ്പൈഗോട്ട് ആൻഡ് സോക്കറ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്പൈഗോട്ട് ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 7% കൂടുതൽ ആവാൻ പാടില്ല. വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് നോട്ട് ഗ്രേറ്റർ ദാൻ 7%. ഇത് കൂടുതൽ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി മെറ്റീരിയലിന് ഇല്ല. അപ്പൊ അതിന് ഡാമേജ് വരും. അപ്പൊ രണ്ടാമത്താണ് സ്റ്റോൺ വെയർ. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന സീവേഴ്സ് ആണ് സ്റ്റോൺ വെയറിൽ വരുന്നത്. അത് മാനുഫാക്ചർ ചെയ്യുന്നത് ഹോട്ട് പ്രോസസ് യൂസ് ചെയ്താണ്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് സിമെന്റ് കോൺക്രീറ്റ് പൈപ്പ് സീവർ. സിമെന്റ് കോൺക്രീറ്റ് പൈപ്സ് അത് നമ്മുടെ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റും ആവാം, റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റും ആവാം. അത് നമ്മളവിടെ ക്യാരി ചെയ്യുന്ന ലോഡ് അനുസരിച്ച് ഡിഫറെന്റ് വരാം കേട്ടോ. തേർഡ് വൺ എന്ന് പറയുന്നത് സിമെന്റ് കോൺക്രീറ്റ് പൈപ്സ്. സിമെന്റ് കോൺക്രീറ്റ് പൈപ്സ് ആണ്. അത് അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷനില് കേസിലൊക്കെ നമുക്ക് സീവർ ഇടേണ്ട വന്നിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നത് സിമെന്റ് കോൺക്രീറ്റ് പൈപ്സ് ആണ്. ലേഡ് അണ്ടർ വാട്ടർ ഇമ്പോർട്ടന്റ് ആണ്. വാട്ടറിന്റെ അടിയിലായിട്ട് ലേ ചെയ്യുന്ന പൈപ്പാണ് സിമെന്റ് കോൺക്രീറ്റ് പൈപ്സ്. അതുപോലെ തന്നെ ഇത് മോർ ഡ്യൂറബിൾ ആണ്. അതുപോലെ തന്നെ ഹൈ പ്രഷറിനെയും ലോഡ്സിനെയും ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാം. ഹൈ പ്രഷർ വിത്ത്സ്റ്റാൻഡിങ് ആൻഡ് ഹൈ ലോഡ്സിനെയും വിത്ത്സ്റ്റാൻഡ് ചെയ്യാം. പിന്നെ ഇത് പ്രീകാസ്റ്റ് ആയിട്ട് നമുക്ക് സൈറ്റിലും ഇത് കാസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ പ്രീകാസ്റ്റ് ആയിട്ടും നമുക്ക് ഇതിനെ മെയ്ഡ് ചെയ്യാം. പ്രീകാസ്റ്റ് ഓർ ഇൻസൈറ്റും ആയിരിക്കും. ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കാട്ടോ. സിമെന്റ് കോൺക്രീറ്റ് പൈപ്പിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻ. അണ്ടർ വാട്ടറിൽ യൂസ് ചെയ്യുന്ന ലേ ചെയ്യുന്ന ഏത് തരത്തിലുള്ള പൈപ്പാണ്? അത് സിമെന്റ് കോൺക്രീറ്റ് പൈപ്പാണ്. പിന്നെ ഡ്യൂറബിൾ ആണ്. ഹൈ പ്രഷറിനൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. എക്സ്റ്റേണൽ ലോഡ്സ് കൂടുതൽ ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രീകാസ്റ്റ് മെത്തേഡ്സും ഉണ്ട്, ഇൻസൈറ്റ് മെത്തേഡ്സിലും നമുക്ക് കാസ്റ്റ് ചെയ്യാം. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് ആസ്ബെറ്റോ സിമെന്റ് പൈപ്പ്. ആസ്ബെറ്റോ സിമെന്റ് പൈപ്പിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ലോങ് ലൈഫ് ഉള്ള പൈപ്പ്. അത് ആസ്ബെറ്റോ സിമെന്റ് പൈപ്പാണ്. ആസ്ബെറ്റോസ് സിമെന്റ് പൈപ്പാണ്. ലോങ് ലൈഫ് ഉള്ള പൈപ്സ് ആണ് ആസ്ബെറ്റോ സിമെന്റ് പൈപ്പ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആസ്ബെറ്റോ സിമെന്റ് പൈപ്പ് എന്ന് പറയുന്നത് ഇതും ഹൗസ് ഡ്രെയിനേജ് പർപ്പസിനും അതുപോലെ തന്നെ സാനിറ്ററി ഫിറ്റിംഗ്സിലൊക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ് ആസ്ബെറ്റോ സിമെന്റ് പൈപ്പ്. പിന്നെ കൊറോഷനും ആസിഡ്സ് ആൽക്കലീസ് അതിനൊക്കെ റെസിസ്റ്റന്റ് ആണ്. നമ്മുടെ സീവേജിൽ ഏതായാലും സീവേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പറയും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ പറയും നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള സീവേജ് ആൽക്കലൈൻ നേച്ചർ ഉള്ളതും നമ്മുടെ സെപ്റ്റിക് ആയിട്ടുള്ള സീവേജ്
കുറച്ച് പഴകി കഴിയുമ്പോൾ ആ സീവേജ് അസിഡിക് ആയിട്ടുള്ള നേച്ചർ ഉള്ളതാ. അപ്പൊ അസിഡിറ്റി ആൽക്കലിനിറ്റി ആ ഒരു കണ്ടീഷനൊക്കെ വരും. അപ്പൊ അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള പൈപ്പാണ് ആസ്ബറ്റോസ് സിമെന്റ് പൈപ്പ്. ഇത് ലോങ് ലൈഫ് ഉള്ള പൈപ്പാന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനിയുണ്ട് ഇത് കൂടാതെ മേസൻട്രി സീവർ ഉണ്ട്. ആസ്ബറ്റോസ് സിമെന്റ് പൈപ്പ് കഴിഞ്ഞിട്ടുള്ള പൈപ്പാണ് മേസൻട്രി സീവർ. മേസൻട്രി സീവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിക്ക് ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സീവർ. പിന്നെ പ്ലാസ്റ്റിക് സീവർ, അത് ആ മെറ്റീരിയൽ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തേക്കുന്നതിന്റെ കൂടെ പറഞ്ഞേക്കുള്ളൂ. പിന്നെ പ്ലാസ്റ്റിക് സീവേഴ്സും ഉണ്ട്. അതും കൊറോഷൻ ഫ്രീ ഒക്കെ ആയിരിക്കുമല്ലോ. നമുക്ക് ഇന്നലെ പറഞ്ഞ വാട്ടർ സപ്ലൈയുടെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ടൈപ്പിനും ഉള്ളത്. ഇനി ഷേപ്പ് അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞ അക്കോർഡിംഗ് ടു മെറ്റീരിയൽസ് യൂസ്ഡ്. കാസ്റ്റ് അയൺ പറഞ്ഞു, ആസ്ബറ്റോ സിമെന്റ് പൈപ്പ്, സിമെന്റ് കോൺക്രീറ്റ് പൈപ്പ്സ്, പിന്നെ പ്ലാസ്റ്റിക് സീവേഴ്സ് പറഞ്ഞു, മേസൻട്രി സീവേഴ്സ് പറഞ്ഞു. അപ്പൊ അതിന്റെ അകത്ത് പറഞ്ഞ പോയിന്റ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് പ്രത്യേകം ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ സ്റ്റോൺ വെയർ പറഞ്ഞു. സ്റ്റോൺ വെയർ ആണ് നമ്മൾ യൂഷ്വൽ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ള സീവേഴ്സ്. ഇനി അടുത്തത് ഷേപ്പ് അനുസരിച്ച്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു മെറ്റീരിയൽസ് ആയിരുന്നു. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഷേപ്പ്. ആ സീവറിന്റെ ഷേപ്പ് അനുസരിച്ച് ഉള്ള ക്ലാസിഫിക്കേഷൻ. ഷേപ്പ് അനുസരിച്ച് ഫസ്റ്റ് വൺ ആണ് സർക്കുലാർ സീവേജ്. നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് സർക്കുലാർ സീവേജ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഷേപ്പ് ഏതാണ്? മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഷേപ്പ് എന്ന് പറയുന്നത് സർക്കുലാർ ഷേപ്പ് ആണ്. അതിന്റെ ഡയമീറ്റർ പറഞ്ഞിട്ടുണ്ട് അപ് ടു 1.5 മീറ്റർ. പിന്നെ സ്യൂട്ടബിൾ ഫോർ റണ്ണിങ് ഫുൾ ആൻഡ് ഹാഫ് ഫുൾ കണ്ടീഷൻ. ഹാഫ് കണ്ടീഷൻ അല്ലെങ്കിൽ റണ്ണിങ് ഫുൾ കണ്ടീഷനിലാണ് നമ്മൾ സർക്കുലാർ സെക്ഷൻ യൂസ് ചെയ്യാറ്. മാക്സിമം ഹൈഡ്രോളിക് മീൻ ഡെപ്ത് തരും. അതുപോലെ തന്നെ സെപ്പറേറ്റ് സീവറേജ് സിസ്റ്റത്തിൽ കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്യാറുള്ളത് സർക്കുലാർ ഷേപ്പ് ആണ്. മാക്സിമം വെലോസിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കുറെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് ഓർത്തിരിക്കുക. ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് കോമൺലി യൂസ് ചെയ്യുന്ന ഏത് ഷേപ്പാണ്, ഏത് ടൈപ്പ് ഷേപ്പ് സീവർ ആണ് യൂസ് ചെയ്യുന്നത്. അത് സർക്കുലാർ ഷേപ്ഡ് സീവർ ആണ് കോമൺലി ആയിട്ട് യൂസ് ചെയ്യാറ്. അങ്ങനെ അതാണ് സർക്കുലാർ ഷേപ്പ്. പിന്നെ ഡയമീറ്റർ ഒക്കെ എല്ലാം കൂടെ പഠിച്ചിട്ട് നമ്മൾ ഓർക്കില്ലല്ലോ. ഞാൻ പോയിന്റ്സ് തരാം, നിങ്ങൾ അത് നോക്കുക കേട്ടോ. അടുത്ത റെക്ടാങ്കുലർ സീവർ. സെക്കൻഡ് ആണ് റെക്ടാങ്കുലർ സീവർ. റെക്ടാങ്കുലർ സീവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു പേരുണ്ട്, ബോക്സ് ടൈപ്പ്. ബോക്സ് ടൈപ്പ് സീവർ. സ്റ്റോറേജ് പർപ്പസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യണത് ഈ റെക്ടാങ്കുലർ സീവേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് സ്റ്റോറേജ് പർപ്പസിന്. ഇന്നൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനി തേർഡ് വൺ ആണ് സെമി എലിപ്റ്റിക്കൽ സീവർ. സെമി എലിപ്റ്റിക്കൽ സീവർ. സെമി എലിപ്റ്റിക്കൽ സീവറിൽ ആർച്ച് ആക്ഷൻ ആണ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത. ഇത് കൂടുതൽ സ്റ്റേബിൾ ആണ്. സെമി എലിപ്റ്റിക്കൽ സീവർ എന്ന് പറയുന്നത് മോർ സ്റ്റേബിൾ ആണ് ഡ്യൂ ടു ആർച്ച് ആക്ഷൻ. ആർച്ച് ആക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഫിനോമിന ആണ് ഈ സെമി എലിപ്റ്റിക്കൽ സീവറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആർച്ച് ആക്ഷൻ. ഈ ആർച്ച് ആക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അത് മോർ സ്റ്റേബിൾ ആന്ന് പറയും. ഇത് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമുക്ക് കോൺക്രീറ്റിലോ മേസൻട്രി ഒക്കെ ആയിട്ട് നമുക്കത് കൺസ്ട്രക്ട് ചെയ്യാം. പിന്നെ സോഫ്റ്റ് സോയിലാണ് ഈ സെമി എലിപ്റ്റിക്കൽ സീവർ നമ്മൾ യൂസ് ചെയ്യാറ്. അതൊരു പോയിന്റ് ആട്ടോ. സോഫ്റ്റ് സോയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സീവർ ആണ് സെമി എലിപ്റ്റിക്കൽ സീവർ എന്ന് പറയുന്നത്. അത് രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. മോർ സ്റ്റേബിൾ ആണ് ആകാനുള്ള കാരണം ആർച്ച് ആക്ഷൻ ആണ്. പിന്നെ സോഫ്റ്റ് സോയിൽ അഡോപ്റ്റ് ചെയ്യുന്ന സീവർ ആണ് സെമി എലിപ്റ്റിക്കൽ സീവർ. ഈ പോർഷൻസ് ഒന്നും നമുക്ക് വിട്ട് കളയാൻ പറ്റില്ല, നിങ്ങൾ നോക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് സീവർ ആണ് ഹോഴ്സ് ഷൂ സീവർ. ഹോഴ്സ് ഷൂ. ഹോഴ്സ് ഷൂ സീവർ. ഹോഴ്സ് ഷൂ സീവർ യൂസ് ചെയ്യണത് ലാർജ് സീവർ വിത്ത് ഹെവി ഡിസ്ചാർജ്. ലാർജ് സീവർ വിത്ത് ഹെവി ഡിസ്ചാർജ് കണ്ടീഷൻ. ആ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് ഹോഴ്സ് ഷൂ സീവർ യൂസ് ചെയ്യണത്. ലാർജ് സീവർ വിത്ത് ഹെവി ഡിസ്ചാർജ് കണ്ടീഷൻ വരുമ്പോഴാണ് ഹോഴ്സ് ഷൂ സീവർ യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ അതിനൊരു സെമി സർക്കുലാർ ഹോഴ്സിന്റെ ഷൂ ഇല്ലേ, ആ ഒരു ഷേപ്പ് സെമി സർക്കുലാർ ആയിട്ടുള്ള ഒരു ഷേപ്പ് ആണ്
top semicircular shape on the top with sides inclined or vertical. സൈഡ്സ് ഇൻക്ലൈൻഡ് ഓ വെർട്ടിക്കൽ ആവാം. അതിന്റെ ടോപ്പിൽ ഒരു സെമി സർക്കുലർ ഷേപ്പ് ആണ് ഈ ടൈപ്പ് ഉള്ള സീവേഴ്സിന് ഉള്ളത്. ലാർജ് സീവേഴ്സ് ഹെവി ഡിസ്ചാർജ് ഉള്ള കേസിലാണ് ഈ സീവേഴ്സ് യൂസ് ചെയ്യണമെന്ന് ഓർക്കാം. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് എഗ് ഷേപ്ഡ് സീവേഴ്സ്. എഗ് ഷേപ്ഡ് സീവേഴ്സ് എവിടെയാണ് യൂസ് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കമ്പൈൻഡ് ഫ്ലോ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് ഷേപ്പാന്ന് ചോദിക്കാറുണ്ട്. എഗ് ഷേപ്ഡ് സീവർ ആണ്. കമ്പൈൻഡ് ഫ്ലോ പെർമിറ്റ് ചെയ്യുന്ന ടൈപ്പ് സീവറിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഷേപ്പ് എഗ് ഷേപ്ഡ് ആണ്. കമ്പൈൻഡ് ഫ്ലോ അത് RCC മേസൺറി ഒക്കെ വെച്ച് തന്നെ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഷേപ്പ്. അക്കോർഡിംഗ് ടു ഷേപ്സ് നമുക്ക് 5 എണ്ണമാണ് പറയാനുള്ളത്. ഫസ്റ്റ് വൺ സർക്കുലർ സെക്ഷൻ. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് സർക്കുലർ സെക്ഷൻ യൂസ് ചെയ്യുന്നത് മോസ്റ്റ് കോമൺലി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഷേപ്പ് ആണ്. പിന്നെ റെക്ടാംഗുലർ സീവർ, ബോക്സ് ടൈപ്പ് സീവർ എന്ന് അതിന്റെ പേരുണ്ട്. പിന്നെ സെമി എലിപ്റ്റിക്കൽ സീവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ആണ് ഡ്യൂ ടു ആർച്ച് ആക്ഷൻ ആൻഡ് ഇറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ഇൻ കേസ് ഓഫ് സോഫ്റ്റ് സോയിൽ. പിന്നെ ഹോഴ്സ് ഷൂ സീവർ യൂസ് ചെയ്യണത് ഹെവി ഡിസ്ചാർജ്, ലാർജ് സീവേഴ്സ് വിത്ത് ഹെവി ഡിസ്ചാർജ് ഉള്ള ഒരു കണ്ടീഷനിലാണ് ഹോഴ്സ് ഷൂ സീവർ യൂസ് ചെയ്യണത്. എഗ് ഷേപ്ഡ് സീവറിന് വേറൊരു പേര് കൂടെ ഉണ്ട് കേട്ടോ, ഓവോയിഡ് ഷേപ്പ് സീവർ എന്ന് പറയും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പൈൻഡ് ഫ്ലോ ഉള്ള കേസിലാണ്. ഇതും ക്വസ്റ്റ്യൻ ആട്ടോ. നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, ആൻസർ ചെയ്ത് നോക്കുക, എന്നാലാണ് നമുക്ക് എക്സാമിന് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് നമുക്ക് ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ സീവേഴ്സ് തുടങ്ങി, സാനിറ്ററി തുടങ്ങി, അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ ആയുള്ളൂ. ഇനി ട്രീറ്റ്മെന്റ് ഒക്കെ കിടക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസം നോക്കാം കേട്ടോ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.